നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ രാഷ്ട്രീയ നാടകങ്ങളല്ല നടക്കുന്നത്. PV അൻവറിന്റെ രാഷ്ട്രീയ ഷോയാണ്. UDF-ൽ കയറാനുള്ള ആഗ്രഹവുമായി നടക്കുന്ന അൻവർ അതിനായി ഇപ്പോഴും വളഞ്ഞ വഴിയിലെ ചർച്ചകളിലാണ്. അതിനാൽ മമതാ ബാനർജിയുടെ തൃണമൂലിലാണെങ്കിലും ആ പാർട്ടി ചിഹ്നത്തിൽ ഔദ്യോഗികമാകാൻ അൻവർ ആഗ്രഹിച്ചിരുന്നില്ല. നാമനിർദ്ദേശ പത്രികയിൽ 2 ഒപ്പ് കുറച്ച് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിപ്പോകാൻ അവസരം ഉണ്ടാക്കിയതല്ലാതെ മറ്റെന്താണ്? ഇനി നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിക്കും. ഇത്രയും ഷോ കാണിക്കുന്ന അൻവറിനെ ഇപ്പോഴും കാത്തിരിക്കുകയാണോ UDF? നിലമ്പൂരിൽ പ്രതീക്ഷ പോലെ തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിലല്ലാതെ സ്വതന്ത്ര വേഷത്തിൽ ഇറങ്ങുന്ന അൻവർ മത്സരം പാതിയിൽ ഉപേക്ഷിക്കുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഡിബേറ്റിൽ യൂത്ത് ലീഗ് നേതാവ് ശ്രീ CK ഷാക്കിർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി, തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിന്റെ നേതാവ് ശ്രീ ഷൗക്കത്ത് പള്ളിയാൽ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ CK ഷാക്കിർ, ഇന്ന് എന്താണ് നിലമ്പൂരിൽ കണ്ടത്? PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് പത്രിക തള്ളിക്കളയുന്നു, പകരം അദ്ദേഹത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായുള്ള പത്രിക അംഗീകരിക്കുന്നു. അങ്ങനെ സ്വതന്ത്രനായി വേഷമിട്ട് അൻവർ ഇറങ്ങുകയാണ്. ഇത് മനഃപൂർവ്വം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കേണ്ട എന്ന് ആഗ്രഹിച്ചിരുന്ന അൻവർ ഈ പത്രികയിൽ തന്നെ അങ്ങനെ തള്ളിപ്പോകട്ടെ എന്ന രീതിയിൽ ബോധപൂർവം ചില കളികൾ കളിച്ചു എന്ന ആരോപണമുണ്ട്, എന്ന രീതിയിലുള്ള വിമർശനമുണ്ട്. ഇത് ശരിയാണോ? അങ്ങനെ കാണുന്നുണ്ടോ താങ്കൾ? അല്ല, അത് ചോദിക്കേണ്ടത് അൻവറിനോടും അൻവറിൻ്റെ പാർട്ടിക്കാരോടും അല്ലേ? നമുക്കറിയില്ലല്ലോ. അതായത് ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ പ്രതീക്ഷയോടെ മുന്നേറുകയാണ്. ആളുകൾക്കിടയിൽ വളരെ വലിയ സ്വീകാര്യതയാണ്. സ്ഥാനാർത്ഥി ആരുടെയും ഷൗക്കത്തിനാവട്ടെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ മറ്റ് പരിപാടികൾക്കാവട്ടെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം UDF-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കൃത്യമായി മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നിലമ്പൂരിലുണ്ട്. മറ്റ് ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരല്ലാത്ത ആളുകൾ പോലും വളരെ പ്രതീക്ഷയോടെ ഈ 19-ാം തീയതിയെ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, നിങ്ങൾ ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് അൻവറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു ടൈറ്റിലുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഈ പാർട്ടികളെ ചതിക്കുന്നത് എങ്ങനെയാണെന്ന് 2011 അൻവർ കാണിച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നറിയാം. ഏറനാട് നിയോജക മണ്ഡലത്തിൽ അൻവർ മത്സരിക്കുമ്പോൾ അവിടെ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അഷ്റഫ് എന്ന് പറയുന്ന ആൾ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു നിയമസഭാ മണ്ഡലത്തിൽ കിട്ടുന്നത് 2700 വോട്ട് മാത്രമാണ്. എന്നാൽ PV അൻവറിന് CPM കൊടുത്ത വോട്ട് 48,000 അവിടെ PK ബഷീർ സാഹിബ് വലിയ ഭൂരിപക്ഷം 11,000-ന്റെ ഭൂരിപക്ഷം ജയിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആളുകളെ പറ്റിക്കാൻ പരിശീലനം കൊടുത്തത് അൻവറിന് CPM ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അത് അൻവറിൻ്റെ വോട്ട് മാത്രമല്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 40,000-ലധികം വോട്ടുള്ള ഏറനാട് മണ്ഡലത്തിൽ ആ വോട്ട് മുഴുവൻ അൻവറിന് കൊടുത്തിക്കല്ലേ. LDF-ന്റെ സ്ഥാനാർത്ഥി ഒന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ കണക്ക് പറയേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA അൻവർ രാജിവെച്ചത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്, വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ 26-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാണ്. അതിന് സെമിഫൈനൽ നടക്കുന്നത്. അത് ആ കാര്യങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന വിരുദ്ധ നിലപാടുകൾ, നമ്മുടെ കേരളത്തെ നശിപ്പിച്ചിട്ടുള്ള നിലപാടുകൾ. ശ്രീ CK ഷാക്കിർ, ഈ അൻവറിന്റെ പത്രിക തള്ളുന്നതിനെ മറ്റൊരു രീതിയിൽ കൂടി വിലയിരുത്തണം. അൻവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് UDF-ൽ കടന്നുകൂടണം എന്ന്. മാത്രമല്ല UDF താല്പര്യപ്പെടുന്നുമുണ്ട് അൻവറിന്റെ പിന്തുണ വേണം എന്ന്. ഇത് ഒരു സത്യമാണ്, ഇത് സത്യമായ ഒരു കാര്യമാണ്. അവിടെ അങ്ങനെ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. ഇനി ഞങ്ങൾ വാതിലടച്ചു എന്നൊക്കെ UDF നേതാക്കൾ പറയുമ്പോഴും UDF-ന്റെ പല നേതാക്കളും അൻവറിനോട് ഇപ്പോഴും സോഫ്റ്റ് നിലപാടാണ്. പ്രചാരണത്തിൽ പോലും അൻവറിനെതിരെ വലിയ ശബ്ദ കോലാഹലം ഇല്ല എന്നാണ് എനിക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ താങ്കൾക്ക് തിരുത്താം. അൻവറിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട്, അതായത് അവിടുത്തെ MLA ആയിരുന്ന അൻവറിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എന്ന്? അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇവിടെ സ്വതന്ത്രനായി മത്സരിച്ച് കഴിഞ്ഞാൽ PV അൻവറിനെ വേണമെങ്കിൽ പിന്മാറാം. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞിട്ടേ ഉള്ളൂ, പത്രിക പിൻവലിക്കുവാനുള്ള സമയം അവസാനിച്ചിട്ടില്ല. പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട്
തൃണമൂൽ ടിക്കറ്റിലാണ് മത്സരിക്കുന്നതെങ്കിൽ അതിന് തൃണമൂലിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെയൊക്കെ അനുവാദം വേണ്ടിവരും. അത് കിട്ടുവാൻ സാധ്യതയുമില്ല, കാരണം മത്സരിക്കാൻ അനുവാദം കൊടുത്തവരാണ്. മാത്രമല്ല കോൺഗ്രസ് ഒരു അൻവറിനോട് കാണിച്ച സമീപനത്തെ തൃണമൂലിന് അത്ര കണ്ട് അത് ശരിയായില്ല എന്നൊരു നിലപാട് കൂടി ഉണ്ടെന്നാണ് അറിവായിട്ടുള്ളത്. അപ്പോൾ സ്വതന്ത്ര വേഷം എന്ന് പറയുന്നത് UDF-മായി ചർച്ച തുടർന്നു കൊണ്ട് പോകുവാനുള്ള ഒരു തന്ത്രമാണ് അൻവറിൻ്റേത്. അത് അംഗീകരിച്ചുകൂടെ താങ്കൾക്ക്? ഇപ്പോൾ ഇതൊക്കെ മഞ്ജുഷിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ഞാനിപ്പോൾ നിലമ്പൂരിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവരാണ് ഗ്രൗണ്ട് റിയാലിറ്റി. നിങ്ങൾ പാലക്കാട്ടൊക്കെ പറഞ്ഞതുപോലെ പാലക്കാട് നിങ്ങൾ എന്തൊരു ബഹളമായിരുന്നു. അവസാനം റിസൾട്ട് വന്നപ്പോൾ ചരിത്രത്തിലെ വലിയ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ലേ? നിങ്ങൾ എഴുതി വെച്ചോ. ഈ ഏപ്രിൽ 23-ാം തീയതി ഇവിടുത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് റിസൾട്ട് വരുമ്പോൾ 20,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ശ്രീ ആര്യടൻ ഷൗക്കത്ത് കേരള നിയമസഭയിലേക്ക് പോകും. അതിന് തർക്കമില്ല. കാരണം അതിന് UDF-ന്റെ അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ കേരളം 9 വർഷം കൊണ്ട് കട്ടുമുടിച്ചതിന്റെ ഇരകൾ, നികുതിയും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഭരണവും പിന്നെ ഒക്കെ നികുതി കൂട്ടലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതിന്റെ ഇരകൾ സ്വാഭാവികമായും പ്രതികരിക്കും. ആ പ്രതികരിക്കുന്നതിന്റെ റിസൾട്ട് 23-ാം തീയതി കാണും. അവിടെ നമ്മൾ അൻവറിൽ ചുറ്റിപ്പറ്റി ചർച്ച കൊണ്ടുപോയിട്ട് എന്ത് കാര്യമാണ്? ഞാൻ ഈ ചർച്ചയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ 9 വർഷത്തെ ഇവിടുത്തെ MLA-യും ഇടതുപക്ഷ സർക്കാർ പരാജയമായിരുന്നു. പിന്നെന്താ നിങ്ങൾ വിമർശനം രാഷ്ട്രീയപരമായി മാന്യമായി സംസാരിക്കുമ്പോൾ സ്വാഭാവികം ജനാധിപത്യത്തിൽ അങ്ങനെയല്ലേ നമ്മൾ പറയുക? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പരാജയമാണ്, ഇവിടുത്തെ MLA പരാജയമാണ്. അത് UDF-ന്റെ മുഴുവൻ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് സംശയമുള്ള കാര്യമല്ലല്ലോ. പിന്നെ വ്യക്തിപരമായി ആക്രമിക്കുക എന്നുള്ളത് അത് നമ്മുടെ ശൈലിയല്ല. അത് അങ്ങനെയല്ലല്ലോ. ഞങ്ങളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അൻവർ UDF-മായി ചർച്ച നടത്തുന്നതോ അല്ലെങ്കിൽ അൻവർ UDF-ലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതോ അതൊരു തെറ്റായ കാര്യമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ പിണറായി വിജയന്റെ സർക്കാരിൽ ദ്രോഹം ഏറ്റുവാങ്ങിയ ആളുകളൊക്കെ സ്വാഭാവികമായും ഈ കേരളത്തെ രക്ഷപ്പെടുത്താൻ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണോ? അല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ആരായാലും, അത് ഇന്ന വ്യക്തിയൊന്നുമില്ല, ആരായാലും UDF-നൊപ്പം നിൽക്കാൻ, ഈ ദുർഭരണത്തിൽ പ്രതികരിക്കാൻ മുന്നോട്ട് വന്നാൽ അത് എന്താ പറയാ, സ്വാഗതം ചെയ്യേണ്ട സംഗതി തന്നെയാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ PV അൻവറിനെ കേന്ദ്രീകരിച്ച് നിലമ്പൂരിലെ ചർച്ച പോകുന്നത് തന്നെ അത് നല്ല കാര്യമല്ല. കാരണം 2026-ൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു സംസ്ഥാനത്ത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ പോലെ ആ വിഷയങ്ങളും സർക്കാരിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ചർച്ചയാകട്ടെ. അതുപോലെ തന്നെ നിലമ്പൂരിന് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനിടയായ സാഹചര്യം അതൊക്കെ ചർച്ചയാകട്ടെ എന്നതായിരിക്കും കൂടുതലായിട്ടും UDF-ഉം ആഗ്രഹിക്കുക. അതാണ് നല്ലതും. ഈ അൻവറിനെ കേന്ദ്രീകരിച്ച് ചർച്ച പോകുന്നത് ശരിയല്ല. പക്ഷേ അൻവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കോലാഹലങ്ങൾ എന്തിനു വേണ്ടിയാണെന്നാണ്. ഇപ്പോൾ ഇന്ന് തന്നെ തൃണമൂലിന്റെ ടിക്കറ്റിലല്ല ഇനി അൻവർ മത്സരിക്കാൻ പോകുന്നത്, സ്വതന്ത്ര വേഷത്തിലായിരിക്കും. 2 ഒപ്പ് കുറഞ്ഞു പോയതുകൊണ്ട് പത്രിക തള്ളിപ്പോയി എന്നാണ്. ഇപ്പോൾ പത്രിക സൂക്ഷ്മമായിട്ട് വിലയിരുത്തി കൊടുക്കുവാനുള്ള കഴിവില്ലാത്തയാളൊന്നുമല്ല PV അൻവർ. 2011 മുതൽ മത്സരരംഗത്തുള്ള ആളാണ്. അതുകൊണ്ട് ഇത് ബോധപൂർവം ഈ പത്രിക തള്ളിക്കോട്ടെ എന്ന് കരുതി സ്വതന്ത്ര വേഷമാണ് നല്ലത്, അത് ഏത് സമയത്തും ഒരു ചർച്ച നടത്തുവാൻ UDF-ഉമായിട്ട് ചർച്ച നടത്തി വേണമെങ്കിൽ മത്സരം ഉപേക്ഷിക്കുവാനുള്ള ഒന്നായി മാറും സ്വതന്ത്രനായി മത്സരിക്കുന്നത്. ഇങ്ങനെ ഒരു മുൻധാരണ അൻവറിന് ഉണ്ടായിരുന്നില്ലേ? അതല്ലേ ഇപ്പോൾ ഇങ്ങനെ അപ്പോൾ മമതയെയും വഞ്ചിച്ചോ എന്നാണ്. ദുൽഖർ സൽമാൻ്റെ സിനിമ ഞാൻ ഗെയിം എന്ന് പറഞ്ഞാണ് എൻ്റെ ഒരു പേര് തോന്നുന്നു. നമ്മളെ കാര്യവട്ടത്ത് അതിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഈ നമ്മുടെ അൻപത് പേര് വേണ്ടി ഞാൻ ഗെയിം നാക്കേണ്ട ഒരു സമയം ആയിരിക്കുകയാണ്. അയാളുടെ പണ്ടേ അങ്ങനെ തന്നെയാണ്. പണ്ടേന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു പിന്നെ LDF ആയിട്ട് പ്രശ്നം തുടങ്ങിയ സമയം തൊട്ടേ. കാരണം ഇതൊരു വളരെ യാദൃച്ഛികമായിട്ട് ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമൊന്നുമല്ല. അൻവറിൻ്റെ പ്രശ്നം എന്താണ് LDF ആയിട്ട് ഒന്ന് പറയുന്നത്? എന്താണ് അൻവറിൻ്റെ കാതലായ പ്രശ്നം? പിണറായി അന്നും ഇന്നും അൻവർ പിണറായിയെ കാണുന്ന സമയത്തും ഇന്നും പിണറായി ഒരുപോലെ തന്നെയാണ്. പിണറായിയിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റമില്ല. എനിക്കൊന്ന് കുറച്ചും കൂടി അദ്ദേഹം സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കാൾ നന്നായിട്ട് അദ്ദേഹത്തെ അറിയാമല്ലോ. പുറത്ത് നോക്കുക എന്നെയൊക്കെ സംബന്ധിച്ചാൽ കുറച്ചുകൂടി പിണറായി ഒന്ന് സോഫ്റ്റ് ആയിരിക്കുകയാണ്. ആ സമയത്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം? അപ്പം അൻവർ പറയുന്നതെന്ന് വെച്ചാൽ എന്താ മരുമോനിസോ പിന്നെ വേറെ അൻവർ പറയുന്നത് പിന്നെ പിണറായിസം അല്ലേ പിണറായി ആക്കി അങ്ങനെ അല്ലേ പിണറായിസം ഉണ്ടായി വന്നത്. അപ്പം അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഗെയിമാണ്. ഞാൻ ആദ്യം പറയാം, അൻവർ ട്രോജനാണ്. ട്രോജൻ വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞതൊന്നും മടുത്തി പണ്ടത്. ഈ LDF-ൻ്റെ ഇപ്പം LDF-ൻ്റെ പൊതുവേ ഉള്ളൊരു പെർഫോമൻസ് നല്ലതാണെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ LDF-നെ ഭരണത്തിൽ നിർത്തിയ 2 ഘടകങ്ങളുണ്ടായിരുന്നു. അതൊന്ന് ഈ തെക്കുള്ള അല്ലെ പൊതുവെയുള്ള മുസ്ലിം വോട്ടുകൾ, ലീഗിൻ്റെ വോട്ട് ലീഗ് കൺസോളിഡേറ്റ് ചെയ്തെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ മുസ്ലിം വോട്ട് ഒരു LDF-ന് അനുകൂലമായി അല്ലെങ്കിൽ പിണറായിക്ക് അനുകൂലമായി ഷിഫ്റ്റ് ചെയ്തിരുന്നു. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ വോട്ടുകൾ, 5ാം മന്ത്രി ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ അതിന് കാരണമായിട്ടുണ്ടെങ്കിൽ പോലും, മാണി സാറിൻ്റെ മരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിൽ കാരണമായിട്ടുണ്ടെങ്കിൽ പോലും ക്രിസ്ത്യൻ വോട്ടുകൾ LDF-ന്ന്
ഷിഫ്റ്റ് ചെയ്തിട്ട് വലിയ തോതിൽ അത് UDF പോയിരുന്നു. അങ്ങനെയാണ് തൃശ്ശൂർ UDF ഷിഫ്റ്റ് ചെയ്ത് LDF പോയി. അങ്ങനെയാണ് തൃശ്ശൂർ ഇവർ കൈവിട്ട് പോകുന്നത്. തൃശ്ശൂർ കേരളത്തിലെ വളരെ നിർണായകപ്പെട്ട ഒരു ജില്ലയാണ്. കൂടുതൽ നിയമസഭാ സീറ്റുകളുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സിങ് ചെയ്യും. തൃശ്ശൂർ ഈ പറയുന്ന തന്നെ നല്ലൊരു ക്രിസ്ത്യൻ മൈനോറിറ്റി വളരെ സ്ട്രോങ് ആണ്, ഹിന്ദു മൈനോറിറ്റി, മുസ്ലിംസും ചില ഏരിയകളിൽ മുസ്ലിംസ് വളരെ സ്ട്രോങ് ആണ്. സത്യത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് തൃശ്ശൂർ. വേറെ ഒന്ന് തിരുവനന്തപുരമാണ്. അപ്പം ഈ LDF നകന്ന് ഇപ്പം ഒരു തുടർന്ന് ഞാൻ മുൻപ് കോളേജ് യൂണിയൻ ഇലക്ഷൻ മത്സരിച്ച സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ജയിക്കുമെന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും സംഘടനയ്ക്കോ എനിക്കോ ആ രണ്ടാമത്തെ ടൈമിൽ ഞാൻ മത്സരിച്ച സമയത്ത് ജയിക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. കാരണം എൻ്റെ സ്ഥാനാർത്ഥിയെ വന്ന് വളരെ പോപ്പുലറായിട്ടുള്ള പെൺകുട്ടികളുടെ വളരെ ആക്സെപ്റ്റൻസ് ഉള്ള ആളായിരുന്നു. ഞാനാണെങ്കിൽ ഇന്നാണ് ഞാൻ മനുഷ്യനെ, അന്ന് ബുദ്ധിജീവിയായിരുന്നു. ഈ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ബുദ്ധിജീവി പരിവേഷമായിരുന്നു. അപ്പം പെൺപിള്ളേർക്കൊന്നും നമ്മൾ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച ഇലക്ഷൻ ഞാൻ തോൽക്കുമെന്നാണ് അവസാന നിമിഷം വരെ. പക്ഷേ വോട്ടെണ്ണി നോക്കുമ്പോൾ ഞാൻ 200 വോട്ടിനെല്ലാം ജയിച്ചു. അപ്പോൾ ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് ഇപ്പം ഇവരാര് തന്നെ ഇലക്ഷന് മത്സരിച്ചാലും ഈ റിസൾട്ട് വരുന്ന വരെ ഒരു പേടിയുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്രയും ഉറപ്പുള്ള ഒരു പക്ഷേ മലപ്പുറം പോലും നമ്മളറിയാം, മലപ്പുറത്ത് പോലും തോറ്റു പോയിട്ടുണ്ട്. മഞ്ചേരി പിന്നെ അംസക്ക ജയിച്ചിട്ടുണ്ട്. എങ്കിലും പൊതുവേ അത് അവരുടെ കൂടെ ഒക്കെ മണ്ഡലം അത് വേണമെങ്കിൽ വിചാരിക്കാം. എങ്കിൽ അല്ല ചെറിയൊരു പേടി. അപ്പോൾ പേടി ഉണ്ടാവും. അപ്പോൾ UDF LDF ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ പേടിയുള്ള സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ നമ്മളെടുത്തു പല പിതാക്കന്മാരുടെയൊക്കെ ഒരു പ്രസ്താവന എടുത്തു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ചില മുസ്ലിം കോർണറുകൾ വന്ന റെസ്പോൺസ് എടുത്തു നോക്കുമ്പോഴും പണ്ടത്തെ അത്ര സ്വീകാര്യത LDF ഉണ്ടോയെന്നായിരുന്നു എനിക്ക് സംശയമുണ്ട്. എന്നാൽ അത്ര എതിർപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ കൂടെ നിർത്തണം. എന്താവണം? കൂടെ നിർത്തണമെങ്കിൽ UDF കിട്ടാവുന്ന മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ശിഥിലീകരിക്കണം. അൻവർ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് അതല്ലേ. അൻവർ എന്താ പറയുന്നത്? അൻവർ ഒന്ന് തന്നെ കള്ളക്കടത്തുകാരുടെ ഇഷ്യൂ ആണ്. എന്താ കള്ളക്കടത്തുകാരുടെ ഇഷ്യൂ? ഇപ്പം മലബാറിൽ പ്രത്യേകിച്ച് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം വളരെ നട്ടോറിയസ് ആണ്, പിന്നെ ഈ സ്വന്തം കള്ളക്കടത്തിൻ്റെ പേര്. അത്തരം പ്രദേശങ്ങളിൽ ഒരുപാട് മുസ്ലിം യുവാക്കൾ ഇതുവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവരെ കാര്യങ്ങൾ ഇതുവരെ ഇപ്പം മുസ്ലിം ലീഗ് ഒന്നും അവരുടെ കാര്യം പറയുക പോലുമില്ല. ലീഗുകാരുടെ കുടുംബത്തേക്കപ്പെട്ടുള്ള ആളുകളായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവർ പറയില്ല. അൻവറാണ് ആദ്യമായിട്ട് അവരുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഏതറ്റം വരെയും പോയിട്ടും ഈ പറയുന്നതിൻ്റെ അതിൽ സമുദായത്തിലുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ അൻവർ തയ്യാറാവുന്നു എന്നൊരു ഫീൽ അൻവർ കൊടുക്കും. 2, കുടിയേറ്റ കർഷകരുടെ വലിയൊരു പ്രശ്നമാണ് ഈ പറഞ്ഞ ഈ വനമേഖലയിലെ വന്യജീവി പ്രശ്നങ്ങളൊക്കെ. അത് താമരശ്ശേരി പിതാവും തലശ്ശേരി പിതാവും ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് അൻവർ മറ്റാരെക്കാട്ടും കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നു. അൻവറിൻ്റെതായ രീതിയിൽ അടുത്ത കാലത്താണ് പറയുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവം? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകിൽ അൻവർ തന്നെ കുറച്ച് സ്ഥാനാർത്ഥികൾ നിർത്തി മത്സരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? UDF കിട്ടാവുന്ന 2000-3000 വോട്ടുകൾ ഷിഫ്റ്റ് ആയാൽ മതി. അപ്പോൾ എന്താ സംഭവിക്കുക? അത് സ്വാഭാവികമായിട്ട് LDF ഗുണം ചെയ്യും. LDF ഗുണം ചെയ്ത് അൻവർ ജയിച്ചാലും തോറ്റാലും ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ അവസാനം അൻവറിനെ വിശാല ഹൃദയനായിട്ടുള്ള ആശാൻ ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചു എന്ന് പറയുന്ന പോലെ ക്ഷമിച്ച് അദ്ദേഹത്തിന് LDF എടുക്കുകയും ചെയ്യുക. വലിയൊരു ദൗത്യം നിർവഹിച്ചാൽ. അല്ലാതെ അൻവർ പറയുന്ന ലോജിക്കൽ കണക്റ്റ് അല്ല. മാത്രം നിങ്ങൾ നോക്കൂ, തന്ത്രപരമായിട്ട് ഇത് LDF പ്രശ്നമായി മാറേണ്ടതല്ലേ? LDF പ്രശ്നമല്ലേ ഇത്? UDF എന്താണ് ഇതിൽ പ്രശ്നം? ഇത് സത്യത്തിൽ UDF പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് അതിനകത്ത് കൃത്യമായ കാര്യം. അൻവർ എന്നുള്ളത് ഇപ്പോൾ UDF പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ശ്രീ ഷൗക്കത്ത് പള്ളിയാൽ, എന്താണ് അൻവർ ആഗ്രഹിക്കുന്നത്? ഇവിടെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാൻ അൻവർ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. സ്വതന്ത്ര വേഷമായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം, അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അൻവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ പിണറായിസത്തെയാണോ അൻവർ എതിർക്കുന്നത്, അതോ ഈ പറയുന്ന സതീശനിസത്തെയാണോ? അതൊരു പുതിയ കാര്യമാണ്. എങ്കിൽ ഇത് രണ്ടിനെ ഏതിനെയാണ് എതിർക്കുന്നത്? ഈ അൻവർ മഞ്ജുഷിനോട് പറഞ്ഞിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനാണ് താല്പര്യമെന്ന് മഞ്ജുഷിനോട് പങ്കുവച്ചിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതികത്വം ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു പാർട്ടിക്ക് മറ്റൊരു സ്റ്റേറ്റിൽ മത്സരിക്കണമെങ്കിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം 3 ദിവസത്തിനുള്ളിൽ റിക്വസ്റ്റ് കൊടുക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കാൻ തീരുമാനമെടുക്കുന്നത് 31-ാം തീയതിയാണ്. നിങ്ങൾ മാധ്യമങ്ങളൊക്കെ ഈ വിഷയം ഒരുപാട് ചർച്ച ചെയ്തതാണ്. പിന്നെ ആളുകളെ ഞാനിതിൻ്റെ ഹെഡ്ലൈൻ നോക്കുന്ന സമയത്ത് മമതയെയും അൻവർ പറ്റിച്ചോ? അൻവർ വേറെ ആരെയാ പറ്റിച്ചത്? ഇവിടെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു എന്നതിൻ്റെ പേരിൽ മാധ്യമവേട്ടയും അതുപോലെ തന്നെ സൈബർ ആക്രമണവും ഒരുപാട് കിട്ടിയിട്ടും ഒരുപാട് നടത്തിയിട്ടും ഒരു കോംപ്രമൈസും ചെയ്യാതെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് AITC
അംഗത്വം കൊടുത്ത് കേരളത്തിലുള്ള പ്രതിനിധിയായി നിയമിച്ചു. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അനുവാദം കൊടുത്തു. AITC-യുടെ ചിഹ്നം അനുവദിച്ചു. ഞാൻ എൻ്റെ കയ്യിലുണ്ട്. ഇലക്ഷൻ കമ്മീഷന് AITC കൊടുത്ത റിക്വസ്റ്റ് ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു തരത്തിലും അടിസ്ഥാനമല്ലാത്ത വാർത്തകളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും ഈ ഒപ്പിന്റെ കാര്യം എന്താണ്? 2 ഒപ്പ് കുറഞ്ഞത് കൊണ്ടാണ് എന്നുള്ള കാര്യം വരുന്നുണ്ട്. അതിലുള്ള ശരിതെറ്റ് എന്താണ്? ശ്രീ ഷൗക്കത്ത്, എന്താണ് ഈ ഒപ്പുകളുടെ എണ്ണം കുറഞ്ഞിരുന്നോ? പിന്താങ്ങുന്നവരുടെ ഒപ്പുകൾ ഒരിക്കലും ഒരു അല്ലല്ല ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ 10 ആളുകൾ പിന്തുണ നൽകി അതിൽ ഒപ്പ് ശേഖരണം ആവശ്യമാണ്, ഒപ്പിൻ്റെ ആവശ്യമുണ്ട്. അതേസമയത്ത് ഒരു പാർട്ടി കാൻഡിഡേറ്റിന് അതിന് ആവശ്യമില്ല. അതാണ് അതിന്റെ സാങ്കേതികത്വം. ഇതിലെന്താ വിഷയം എന്ന് വെച്ചാൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത പാർട്ടി അല്ലല്ലോ, കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടി അല്ലല്ലോ. ആദ്യമായിട്ടാണ് അതെ അല്ല, അതല്ലാത്തത് കൊണ്ടാണ് ആ വിഷയമാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയല്ല നിലമ്പൂരിൽ UDF-നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിലമ്പൂരിലെ ജനതയ്ക്ക് വേണ്ടി പിണറായിസം എന്ന അൻവർ ഉയർത്തിവിട്ട വലിയൊരു രാഷ്ട്രീയ അസ്ത്രമുണ്ട്. അതാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആദ്യം സംസാരിച്ച ആൾ, ഞാൻ വളരെ കുറച്ചേ കേട്ടിട്ടുള്ളൂ, അദ്ദേഹം പറയുന്ന കണക്കുകളും കാര്യങ്ങളും. ഇന്ന് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും നടത്തുന്ന പ്രചരണങ്ങൾ അൻവർ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രതലത്തിൽ ഉയർത്തിവിട്ട ആരോപണങ്ങളാണ്. പിണറായിസമാണെങ്കിലും മരുമോനിസമാണെങ്കിലും അതുപോലെ തന്നെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഈ നിലമ്പൂരിൽ ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നത് ചുങ്കത്തറയാണ്. മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറയിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഡിബേറ്റ് ചെയ്യുന്നത്. ഇതിനെ ഈ ഒരു പിണറായിസവും അതുപോലെ തന്നെ ഈ ദുർഭരണവും അവസാനിപ്പിക്കുവാന്നതിന് വേണ്ടി ഈ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തടക്കം, ഞാൻ വരുന്ന വയനാട് ജില്ലയിലെ പനമരം ഗ്രാമപഞ്ചായത്തടക്കം UDF-ന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അൻവർ UDF-ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന തീരുമാനത്തോടു കൂടിയാണ് യാത്ര ആരംഭിച്ചത്. പക്ഷേ അൻവറിനെ പൊതുമധ്യത്തിൽ ഉടുവസ്ത്രമഴിക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന ഘട്ടം വന്നപ്പോൾ ഏറ്റവും അവസാനമായി പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അൻവർ മത്സര രംഗത്തേക്കില്ല എന്ന് തീരുമാനിച്ചതാണ്. അവസാനം VD സതീശൻ വാതിലടച്ചു എന്ന് പറഞ്ഞ അവസരത്തിലാണ് AITC-ക്ക് കത്തയക്കുന്നത്. ഞങ്ങൾ മത്സര സാന്നിധ്യം സന്നദ്ധത അറിയിച്ചുകൊണ്ട് കത്തയക്കുന്നത്. അതിന് 31-ാം തീയതിയാണ് ആ കത്ത്, 30-ാം തീയതിയാണ് കത്ത് കൊടുക്കുന്നത്. 31-ാം തീയതി AITC അതിന് അനുവാദം നൽകിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കേണ്ട റിക്വസ്റ്റ് അടക്കം ഇന്ന് സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അൻവർ മമതയെ പറ്റിച്ചോ എന്നുള്ള ടൈറ്റിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഒക്കെ ഇങ്ങനെ ഈ സംസ്ഥാന പാർട്ടി ആയിട്ട് കൂടി, അല്ല ഇത് കൊൽക്കത്തയിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടി ആയിട്ട് കൂടി അസമിലും ത്രിപുരയിലും ഒക്കെ മത്സരിക്കുവാനായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവാദം കൊടുത്തിരുന്നു. അതാത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭിപ്രായം ആരായുകയും അതനുസരിച്ച് അവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുവാൻ, തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുവാൻ അവസരം കിട്ടിയതാണ്. പിന്നെ ഇവിടെ ഉണ്ടായ സാങ്കേതികത്വം ഇത് മാത്രമാണോ? ഈ കത്ത് കൊടുക്കാൻ വൈകിയത് മാത്രമാണോ? അപ്പോൾ ഈ പിന്താങ്ങുന്നവരുടെ ഒപ്പുകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളൊരു പ്രശ്നമേ അല്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ അത് ബോധപൂർവമാണെന്ന് പറയേണ്ടി വരും. ഈ പിന്താങ്ങുന്നവർ എത്ര വേണം എന്ന് പോലും അറിയാത്തവരാണോ എന്ന്. അല്ലല്ല, പിന്താങ്ങുന്നവരുടെ പ്രശ്നം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് 10 ആളുകൾ പിന്താങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കുകയുള്ളൂ. ഒരു പാർട്ടിയുടെ ലേബലിൽ, ഒരു ദേശീയ പാർട്ടിയോ സംസ്ഥാന പാർട്ടിയുടെ ലേബലിൽ മത്സരിക്കുന്ന സമയത്ത് ആ ഒരു മാനദണ്ഡം ഇല്ല എന്നാണ് നമ്മളിപ്പോൾ ഇതുവരെ മനസ്സിലാക്കിയത്. അതിൻ്റെ സാങ്കേതികത്വങ്ങൾ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അത് ഏതാണ് ചില സാങ്കേതിക, എന്തായാലും മമതാ ബാനർജിയെ പറ്റിക്കുവാനോ അല്ലെങ്കിൽ TMC-യുടെ കാൻഡിഡേറ്റായി മത്സരിക്കുമെന്ന എന്താ പറയാ ഒരു വാർത്ത പുറത്തുവിട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ മമതാ ബാനർജിയെ കൊണ്ടുവരും, TMC-യുടെ നേതാക്കന്മാരെ എല്ലാം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇനി അവരൊന്നും അൻവറിന് വേണ്ടി പ്രചാരണത്തിന് എന്തായാലും നിലമ്പൂരിലേക്ക് വരികയില്ലല്ലോ. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടല്ലേ മത്സരിക്കുന്നത്. മഞ്ജുഷ ഒരു 3 ഇന്നൊരു 3:30 ആയപ്പോൾ AITC-യുടെ ദേശീയ നേതൃത്വത്തിന്റെ പത്രക്കുറിപ്പ് വന്നിട്ടുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടോന്നറിയില്ല. PV അൻവർ സ്വതന്ത്രനായാലും PV അൻവറിനെ പിന്തുണച്ചുകൊണ്ട് AITC-യുടെ സ്ഥാനാർത്ഥിയായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചതല്ല, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവർക്കും അറിയാം ഈ വിഷയത്തിലുണ്ടായ പാകപ്പിഴവുകൾ, അപാകതകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഈ സ്ഥാനാർത്ഥി മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്തിൻ്റെ ആ ഒരു കാലയളവിൽ വന്ന
ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് തീർത്തും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി പൂർത്തീകരിക്കാൻ അവസരം തരണം. അപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ ആദ്യം സംസാരിച്ച ആള് UDFന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞൊരു രാഷ്ട്രീയമുണ്ട്. ഈ മലപ്പുറത്ത് ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ഈ മലപ്പുറത്തെ ഭീകര കേന്ദ്രമായി, ക്രിമിനൽ കേസുകളുടെ താവളമായി ചിത്രീകരിച്ചുകൊണ്ട്, അതാണ് ഇന്ന് ഇവിടെ മലപ്പുറം ചർച്ച ചെയ്യുന്ന വിഷയം. ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് PV അൻവറാണ്. അപ്പോൾ PV അൻവറിനെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിൽ ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ ഈ നിലമ്പൂരിലെ ജനങ്ങൾ PV അൻവറിനെ ഒരു ബ്രാൻഡായി കണ്ടുകൊണ്ട് PV അൻവറിന്റെ പിന്നിൽ അണിനിരക്കുന്നതാണ്. നിങ്ങൾ കണ്ടു, ഇന്നലെ റോഡ് ഷോ കണ്ടു, നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി 9 വർഷത്തോളം ഈ നിലമ്പൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത PV അൻവറിന് ഇപ്പോൾ ജനസ്വാധീനം അതിലേറെ വർദ്ധിച്ചു എന്ന് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെയില്ല, അങ്ങനെ ആ ഒരു ജനസഞ്ചയം കണ്ടിട്ട് പോലും അങ്ങനെ തോന്നുന്നില്ല. നേരത്തെ LDF അല്ല CPMന്റെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു ഇറങ്ങിപ്പോകുന്ന സമയത്തുള്ള ആ ഒരു പിന്തുണ പോലും ഉണ്ടോ എന്ന് തോന്നുന്നില്ല ഇപ്പോൾ. അന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കുറേയേറെ കാര്യങ്ങളുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയായിരുന്നു, അദ്ദേഹം ഒപ്പം പ്രവർത്തിച്ച പിണറായി വിജയനെതിരെയായിരുന്നു, മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു, റിയാസിനെതിരെയായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ മാറ്റി മാറ്റി പറയുന്നു. അതുപോലെ തന്നെ എന്താണ് ലക്ഷ്യമെന്ന് പറയുന്നില്ല, ആർക്കെതിരെയാണ് തന്റെ പോരാട്ടം എന്ന് അൻവർ പറയുന്നില്ല. അതാണ് ഞാൻ ചോദിച്ചത്, ഏത് ഇസത്തിനെതിരെയാണ് അൻവറിന്റെ പോരാട്ടമെന്ന്. ഇപ്പോൾ വന്ന് UDFന്റെ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് അൻവർ നിലമ്പൂരിൽ. അല്ല, അത് ഇപ്പോൾ അന്നുണ്ടായിരുന്ന ജനസമിതി ഇന്ന് ഇല്ല എന്ന് നമ്മളെങ്ങനെ വിലയിരുത്തും? അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ ഏതെങ്കിലും വിഷയത്തിന് ഒരു ക്ലാരിറ്റി വരുത്താൻ ഈ ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ടോ? അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾക്ക് ഏതെങ്കിലും ആരോപണങ്ങൾ അത് സത്യസന്ധമല്ല എന്ന് വരുത്തി തീർക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. ഇന്നും അത് അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എല്ലാം അന്വേഷിച്ച് തള്ളിയിട്ടുണ്ട്. മാത്രമല്ല അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ UDF പോലും ഏറ്റെടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. UDF ആ വിഷയം ചർച്ച ചെയ്യാനേ ആഗ്രഹിക്കുന്നില്ല. ശരി, ആരന്വേഷിച്ച് തള്ളി? സംസ്ഥാന സർക്കാരിന് തന്നെ പല ഏജൻസികളും. അത് ശരിയാണ്, അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ആ രീതിയിലല്ല അന്വേഷിക്കേണ്ടിയിരുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അന്വേഷണങ്ങളെ നടക്കുകയുള്ളൂ. അതിന്റെ ഒരു ഫോളോ അപ്പും കൃത്യമായിട്ട് അൻവറും ചെയ്യുന്നില്ല ശ്രീ ഷൗക്കത്ത്. കാരണം അദ്ദേഹം കാര്യങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യത്തിലേക്ക് അൻവർ പോയിരിക്കുകയാണ്. UDFൽ കയറുക എന്നുള്ളതാണ് അൻവറിന്റെ ലക്ഷ്യം. അത് നടപ്പാകുന്നില്ല. അപ്പോൾ അദ്ദേഹം ഈ ഗോൾ പോസ്റ്റ് മാറ്റി മാറ്റി വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് LDFന് തലവേദനയായി മാറേണ്ട PV അൻവർ ഇപ്പോൾ നിലമ്പൂരിൽ UDF തലവേദനയായി മാറുകയാണ് മത്സരിക്കാൻ വന്നതോടുകൂടി. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, പക്ഷേ ഇതുകൊണ്ടൊന്നും നിങ്ങൾ ആഗ്രഹിക്കേണ്ട ഒരു വിജയം അവിടെ ഉറപ്പായി എന്ന്. അത് UDFന്റെ ഒരു സീറ്റ് തന്നെയാണ് നിലമ്പൂർ. അന്ന് രണ്ട് തവണ ജയിച്ചത് അൻവറിന്റെ ഒരു മേന്മയിൽ ജയിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോഴും UDFന്റെ ഒരു ശക്തി കേന്ദ്രമായി തന്നെ നിലമ്പൂർ മാറുന്നുണ്ട്. പിന്നെ അൻവറിന്റെ ഇന്നത്തെ ഈ ഷോ, അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്കൊരു തലവേദനയായിരുന്നു അൻവർ. ഞങ്ങൾക്ക് ആ തലവേദന എന്നേക്കുമായിട്ട് PV അൻവറിന്റെ തലവേദന ഇല്ലാതായിരിക്കുകയാണ്. പിന്നെ നിലമ്പൂർ മണ്ഡലം ഞാൻ പണ്ടൊരു ചർച്ചയിലും പറഞ്ഞാണ്, ഞങ്ങളെ സംബന്ധിച്ച് വലിയ തലവേദന ഒന്നുള്ള മണ്ഡലമല്ല, ബാലികേറാമലയുമല്ല. അത് 1965 നിലവിൽ വന്ന് അന്ന് ഞങ്ങൾ ജയിച്ചതാണ്. അതിനുശേഷം 67 ഞങ്ങൾ ജയിച്ചതാണ്. ആയിക്കോട്ടെ, ഞങ്ങൾ അതിനുശേഷം 1987 ആര്യാടത്തേക്ക് ഞങ്ങൾ അവിടെ ജയിച്ചിട്ടുണ്ട്. അതുപോട്ടെ. ഇപ്പൊ നിലവിൽ എന്ത് സാഹചര്യമായിരുന്നാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അൻവർ ഉയർത്തിവിടുന്ന ഈ കാറ്റ് ഇത് ചായക്കോപ്പയിൽ കൊടുക്കാറ്റ് മാത്രമാണ്. ഇതിനകത്ത് കോൺഗ്രസിന്റെ നിലപാടിനോട് ഒരു പരിധിവരെ ഞാൻ യോജിക്കുകയാണ്. കാരണം ഈ രീതിയിലുള്ള രാഷ്ട്രീയ കള്ളനാണയങ്ങളെ ശക്തമായ ഒരു നിലപാട് കോൺഗ്രസ് എടുക്കുകയും അവരുടെ മുന്നണിയിൽ എടുക്കാതെ പുറത്താക്കുകയും ചെയ്തു. ഇത് നാളെ ഒരുപക്ഷെ അവർക്ക് നിങ്ങളീ പറയുന്നത് പോലെ ഇപ്പൊ ഞങ്ങളെക്കാൾ വലിയ തലവേദന UDFനാണ്. അൻവറിന്റെ മുന്നണിയിൽ എടുത്താൽ അവർ ഒറ്റ കാര്യം കൊണ്ട് തന്നെ മുന്നണി ശിഥിലമാകും എന്നുള്ള ബോധം കോൺഗ്രസിലെ കുറെ നേതാക്കന്മാർക്കുണ്ട്. ആ ഒരു തിരിച്ചറിവാണ് അൻവറിന്റെ പുറത്തു നിർത്തിയിരിക്കുന്നത്. പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ പ്രസക്തി ഞാൻ പറയാം. കേരള രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസനായ സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുകൊണ്ടാണ് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രൂപം കൊണ്ടത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് CPIയും RSPയും വരികയും മറുവശത്ത് ഐക്യ ജനാധിപത്യ മുന്നണി. ആ മുന്നണി രാഷ്ട്രീയമാണ് 77 മുതൽ ഈ 2025 വരെ കേരളത്തിൽ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്ന് വലിയ പാർട്ടിയായ CPMനോ വലിയ പാർട്ടിയായ കോൺഗ്രസിനോ
കേരള രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് 2014 BJP തിരിച്ചറിഞ്ഞു, കൊച്ചു കൊച്ചു പാർട്ടികളെ കൂടെ പിടിച്ച് ദേശീയ തലത്തിൽ അധികാരത്തിൽ വന്നു. അപ്പം വളരെ പ്രായോഗികമായി മുന്നണി രാഷ്ട്രീയം കളിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ഇന്ത്യയിൽ കേരളമാണ്. വളരെ ശക്തമായിട്ട് അത് മുന്നോട്ട് പോകും. അപ്പോൾ PV അൻവറിനെ പോലെ ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം പ്രാദേശികമായിട്ട് അല്പം സ്വാധീനമുള്ള ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ ഒരു കാര്യം, ഇന്നലെ എനിക്ക് തോന്നുന്നു ശ്രീ ഫക്രുദ്ദീൻ കൂടെ പങ്കെടുത്ത ഒരു ചാനലിൽ അവതാരകൻ തന്നെ പറഞ്ഞൊരു വാചകമുണ്ട്. ജൂൺ മാസം 21 തീയതി ഉണ്ടെങ്കിൽ അൻവർ എന്ന ഒരിക്കൽ പിന്നീട് ഈ കേരളത്തിൽ ഒരു ചാനലും പിന്നീട് ഒരിക്കലും ചർച്ച ചെയ്യേണ്ടി വരത്തില്ല എന്ന് ഇന്നലെ അവർ കൺക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെയാണ്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഇതോടുകൂടി ഈ ഒരു രാഷ്ട്രീയം, ഇതൊക്കെ ഇങ്ങനെയുള്ള ഈ കള്ളനാണയങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ശരി, താങ്കൾ പറഞ്ഞതിനോട് ഞാനും യോജിക്കുകയാണ്. കാരണം അൻവർ എന്നുള്ള ഈ രീതിയിലാണ് ഒരു രാഷ്ട്രീയക്കാരൻ പ്രവർത്തിക്കേണ്ടത് എങ്കിൽ അത് അൻവർ ശരിയായ ദിശയിലല്ല. ഇപ്പോൾ അൻവറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് UDF ചേക്കേറാനാണ്. അത് പൂർണ്ണമായിട്ടും നടപ്പാക്കാതെ, ഞാൻ പൂർണ്ണമായും എന്ന് പറയുമ്പോൾ UDF ഒരു ഘടകകക്ഷി എന്ന രീതിയിൽ അൻവറിന് UDF വരാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് 2026 തെരഞ്ഞെടുപ്പിൽ ഷുവർ സീറ്റ് ഒക്കെ ആയിരുന്നു വേണ്ടിയിരുന്നത്. ഒരു മന്ത്രിയാണെങ്കിൽ അത്രമേൽ സന്തോഷം. അപ്പോൾ ഇത് നടക്കാത്തത് കൊണ്ട് ഇപ്പോൾ അടുത്ത ഗോൾ പോസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഗോൾ പോസ്റ്റ് മാറ്റിയിരിക്കുകയാണ് PV അൻവർ. ഇപ്പോൾ സ്വതന്ത്ര വേഷത്തിൽ അവതരിച്ചിരിക്കുകയുമാണ്. ശ്രീ CK ഷാക്കിർ, ഇവിടെ പക്ഷേ UDF തലവേദനയായി മാറുന്നു എന്നുള്ളത് ശരിയാണല്ലോ. ഇനി ആത്യന്തികം അവസാനത്തെ ഫലം വരുമ്പോൾ മറിച്ചാണ് എങ്കിൽ പോലും, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ പോലും, നിലവിൽ UDF ഒരു തലവേദനയാണ് PV അൻവർ LDF അത് സത്യമാണല്ലോ. എല്ലാം മഞ്ജുഷിന് എവിടുന്നാണ് വിവരം കിട്ടുന്നത്? ഏതർത്ഥത്തിലാണ് UDF തലവേദന? അതായത് അൻവർ 2011 ഏറനാട് മത്സരിച്ചപ്പോൾ ഈ സ്വതന്ത്രനായിട്ട് പോലും CPM സ്വന്തം ഘടകകക്ഷിയിലെ CPIയെ പാലം വലിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2700 വോട്ടാണ് LDF സ്ഥാനാർത്ഥി കേരളത്തിലെ നിയമസഭാ മണ്ഡലത്തിൽ കിട്ടിയത്. പിന്നെ 2016 അൻവർ മത്സരിച്ചു, 2021 മത്സരിച്ചു. ഇതൊക്കെ LDF വേണ്ടിയിട്ടാണ്. പൊന്നാനിയിൽ മത്സരിച്ചു, പാർലമെന്റിലേക്ക് മറ്റു തവണയൊക്കെ മത്സരിച്ചപ്പോഴൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്തല്ല അൻവർ മത്സരിച്ചത്. ഏതെങ്കിലും സമയത്ത് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം മുൻനിരയിൽ നിന്നുകൊണ്ട് അൻവർ ഉണ്ടായിട്ടില്ല. പിന്നെ പരസ്യമായിട്ടായിരുന്നില്ല, രഹസ്യമായിട്ടുള്ള ഒരു മത്സരിക്കും. നിങ്ങൾക്ക് അല്ല, ആ രഹസ്യത്തിൽ എത്ര 48,000 വോട്ടാണ് അൻവർ പിടിച്ചത്. 2700 വോട്ട് മാത്രമാണ് LDF സ്ഥാനാർത്ഥി കിട്ടിയത്. നാണക്കേടല്ലേ CPM? ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ മഞ്ജുഷ് വേറെ വല്ല സോറിട്ടോ വരണമെന്ന് തോന്നരുത്. നിങ്ങൾ വല്ല സംഗതി കൊട്ടേഷൻ എടുത്തിട്ടുണ്ടോ? ഇവിടെ രാഷ്ട്രീയമോ വികസനമോ ചർച്ചയാവാതിരിക്കാൻ ഈ അൻവറിന്റെ പേര് വെച്ച് 4ാമത്തെ ദിവസമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങി അൻവറുമായിട്ട് ചർച്ച നടത്താൻ. സതീശൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ വേണുഗോപാൽ നേരിട്ട് ചർച്ച നടത്തിയിട്ട് ഇവിടുന്ന് പോയേനെ. നിങ്ങളാണ് വില കൂട്ടിയത്. അൻവറിന്റെ വില കൂട്ടിയത് നിങ്ങളാണ്. അതിപ്പോൾ നിങ്ങൾ അനുഭവിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞുവല്ലോ, ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നമായിട്ട് അത് നിങ്ങൾ തന്നെ വരുത്തിവെച്ച വിനയാണ്. അല്ല, ഒന്ന് പറയാൻ മഞ്ജുഷ ഒന്ന് പറയട്ടെ പ്ലീസ്. അല്ല, 4 ദിവസം ചർച്ച ചെയ്യേണ്ട കാര്യം താങ്കൾ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. KC വേണുഗോപാൽ അവർക്ക് സമയം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് വാർത്ത അല്ല ഒരു ഓക്കെ ശരി, അങ്ങനെ നിങ്ങൾ അത്ര പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ പ്രതികരിക്കാൻ LDF ഒരു MLA രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായി UDF സ്വീകരിക്കും. അതൊരു ജനാധിപത്യത്തിൽ അത് വലിയ പുതുമണ്ട സമിതിയൊന്നുമല്ലല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ KC വേണുഗോപാൽ പറന്ന് കോഴിക്കോട്ട് അല്ല ഇവിടെ വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സമയം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തത് നിങ്ങൾ തന്നെയല്ലേ? ഞാൻ സാന്ദർഭിക ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇവിടെ തന്ത്രപരമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വിഷയം മാറ്റാൻ വേണ്ടി LDF ശ്രമിക്കുന്നു. അതിന് നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ദയവായി കൂട്ടു നിൽക്കരുത്. നിങ്ങൾ നോക്കി, ഇന്ന് ഞാൻ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പ് KK ശൈലജയുടെ ഒരു ഇന്റർവ്യൂ കണ്ട് ഒരു ചാനലിൽ. അവർ പറയുന്നുണ്ട് കോവിഡ് കാലത്ത് ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്. നിങ്ങൾ നോക്ക്, ഈ കമ്മ്യൂണിസ്റ്റ് നുണയന്മാർ കേരളത്തെ എത്ര മനോഹരമായി പറ്റിക്കുന്നത്. കോവിഡ് കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായത് കേരളത്തിലാണ്. 66 ലക്ഷം പേരുണ്ടായി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ രണ്ടാമതായി മരണപ്പെടുന്നത് കേരളത്തിലാണ്. 70,000 പേര് മലയാളികൾ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട്. ചെറിയ സംസ്ഥാനത്ത് അത്രയും മോശമായ കോവിഡ് പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ട് അത് നേരെ തിരിച്ച് കമ്മ്യൂണിസ്റ്റ് നുണയന്മാർ പ്രചരിപ്പിക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ മാധ്യമങ്ങളുണ്ട്. നിങ്ങൾ നോക്ക്, 450 രൂപക്ക് കിട്ടുന്ന PPE കിറ്റ് 1500 രൂപക്ക് വാങ്ങിയിട്ട് ആർക്കും പരാതിയില്ല. എത്രമാത്രം ചർച്ച ചെയ്തു, മാത്രമല്ല LDF സർക്കാർ വലിയൊരു പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നത്.
LDF സർക്കാർ വലിയ പ്രതിരോധത്തിലായിരുന്ന സമയത്താണ്. അത് നിങ്ങൾ ഇപ്പോഴും അതെ. നോക്കിക്കോ. പക്ഷെ നിങ്ങൾ മറ്റൊരു റിസൾട്ട് കാര്യമാണ്, നോക്ക്. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പോലും ഇപ്പോഴും അങ്ങനെ നിർണ്ണയിക്കാൻ തന്നെ. പറ്റാതെ ഇവിടെ ഗ്രൗണ്ട് LDF റിയാലിറ്റി വലിയൊരു നിലവിൽ സമയമുണ്ടായിരുന്നു. ഒരു കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ അല്ല, കണ്ടെത്താൻ നിങ്ങൾ- CPM തുടക്കത്തിൽ കഴിഞ്ഞിരുന്നുമില്ല. അപ്പോൾ നിങ്ങളായിട്ടൊരു വിഷയം അങ്ങ് ഇട്ടുകൊടുത്തു. ഈ അൻവറിന്റെ പുറകെ നിങ്ങൾ പോയത് കൊണ്ടാണ് അൻവറിന് വില കൂടിയത്. എന്തിനായിരുന്നു ആ പേടി? നമ്മളല്ലല്ലോ. അതാണ് ഇവിടെ നമ്മൾ- ഫക്രുദ്ദീൻ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ ഞാനത് നമ്മൾ- പിന്താങ്ങുകയാണ്. മഞ്ജുഷേ, ഫക്രുദ്ദീൻ പറഞ്ഞു LDFന്റെ അല്ല, തലവേദനയായിരുന്ന PV അൻവർ ഇപ്പോൾ UDFന്റെ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അല്ല, LDF തലവേദന ആയിരുന്നു അൻവർ ഒരു വർഷം മുമ്പല്ലേ ഇപ്പൊ LDF തലവേദന ആയത്? അതുവരെ ആയിട്ടില്ല. പിടിച്ചു കൊടുത്തതാരാ? അൻവറല്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? അല്ല, ആയിട്ടില്ല. അതെ, ഈ അടുത്ത 9 വർഷം അൻവർ ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നമായി, നിങ്ങൾക്ക് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമായി. അതല്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് ഈ അൻവറിന് വേണ്ടി നിങ്ങളുടെ നേതാക്കൾ ഇത്ര സമയം മെനക്കെടുത്തേണ്ടത്? പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള നേതാക്കൾ എന്ത് ഇത്രയും സമയം മെനക്കെടുത്തി? അല്ല, അതാ ഞാൻ പറഞ്ഞല്ലോ. ഇല്ല, ഈ സർക്കാരിനെതിരെ അല്ല, അത് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ഈ സർക്കാരിന്റെ തന്നെ പ്രതിനിധി MLA പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായും ഐക്യജനാധിപത്യ മുന്നണി 9 വർഷമായി പറയുന്ന കാര്യമാണ് LDF MLA പറഞ്ഞത്. അല്ല, പുതുമണ്ട കാര്യമില്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഞങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ മുഴുവൻ ഈ സർക്കാരിന്റെ കൊള്ളരതായ്മകൾ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അൻവറിന് 9ാമത്തെ 10ാമത്തെ വർഷമാണ് ബോധ്യമാകുന്നത്. ആ അൻവർ പിണറായിക്കെതിരെ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികവും ജനാധിപത്യ സംവിധാനത്തിൽ അവരെ കൂടെ കൂട്ടുന്നത് കുഴപ്പമുണ്ടോ? ശരി, അത് ന്യായീകരിക്കാമല്ലോ അല്ലേ? അത് അല്ല, രാഷ്ട്രീയത്തിൽ നമ്മൾ മിനിമം ഒരു തരത്തിലുള്ള കോമൺ സെൻസും അതിൻ്റെ അപ്പുറത്തൊരു കൂർമ്മ ബുദ്ധിയും പ്രയോഗിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, ഈ പറയുന്ന കഴിഞ്ഞ UDF സർക്കാരിനെ വിവാദത്തിലായി. സത്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ, ഞാനൊക്കെ അന്ന് തുടർഭരണം ഏതാണ്ട് പ്രതീക്ഷിച്ചതാണ് അവസാന നിമിഷം വരെ. ആ ഗവൺമെൻറ്റിനെ ഏറ്റവും നാണം കെടുത്തിയ ഒരു വിവാദ വനിത ഉണ്ടായിരുന്നു. അവരെങ്ങനെ UDFൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ലീഗ് അക്കാര്യത്തിൽ വളരെ കൃത്യമായി ശ്രദ്ധ കാണിച്ചുകൊണ്ട് ലീഗിൻ്റെ ആരും പെട്ടില്ല. UDFൻ്റെ കോട്ടകുത്തലങ്ങൾ അവരെങ്ങനെ കയറിപ്പറ്റി എന്നാൽ നാൾ വഴി, ഞാൻ കൂടുതലും പറയുന്നത് ആ നാൾ വഴികൾ ഒന്ന് പരിശോധിച്ചാൽ മതി. രാഷ്ട്രീയം എന്ന നമ്മൾ നമ്മൾ എങ്ങനെയാണ് സിമ്പിളായി കാണുന്ന അല്ല രാഷ്ട്രീയം, നിങ്ങൾ കരുതുന്ന ഒന്നുമല്ല രാഷ്ട്രീയം, ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന അന്തർനാടകങ്ങൾ. അപ്പോൾ അൻവർ ഇങ്ങനെ LDFനെതിരെ ഒരു പ്രസ്താവന നിലപാടുമായിട്ട് വന്നാൽ അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുക്കാം. അൻവറിനെ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അതാണ് സംഭവിച്ചത്. അൻവറിനെ ഏറ്റെടുക്കാൻ ഇവർ ശ്രമിച്ചതോടുകൂടി വല്ലാത്തൊരു തരത്തിലുള്ള ആദിയോ അല്ലെങ്കിൽ വല്ലാത്തൊരു ആസക്തിയോ മറ്റോ അൻവറിനോട് കാണിച്ചത്. അതോടുകൂടി UDF അതോടുകൂടി ഈ വേതാളം എന്ത് ചെയ്തു? AKG സെൻ്ററിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഇന്ദിരാഭവനിൽ പോയി. അതാണ് സംഭവിച്ചത്. അവിടെയാണ് പ്രശ്നം പറ്റിയത്. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഈ ഇലക്ഷൻ സമയത്ത് LDFനായിരുന്നു അൻവർ തലവേദനയാണ്. LDFന് ഒരു പ്രശ്നമില്ല. അത്യാവശ്യം സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? മറ്റേ സിനിമയിൽ ബൈജു ചെയ്യുന്നില്ലേ, ഇത് ഏതായിരുന്നു, പിന്നെ ലൂസിഫർ സിനിമയിൽ ബൈജു ഈ അടി ഉണ്ടാകുന്ന ലാത്തിച്ചാർജ് ഉണ്ടാകുന്നതിന് മുമ്പ് പിന്നെ മറ്റേ പാട്ട് ഭക്തിഗാനം ഇട്ടുകൊണ്ട് AC ഇടുന്ന പറയുന്നില്ല സുമോ കയറിയിട്ട്. അതേപോലെ CPMൻ്റെ നേതാക്കന്മാരെല്ലാം വളരെ ഹാപ്പിയാണ്. അവർ കൂളായിട്ട് ഇരുന്നിട്ട് AC ഇരുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. UDF ആണ് കിടന്ന് ഓടുന്നത്. അൻപത് ഓരോ സമയത്തും മർമ്മ നോക്കി കുത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ തങ്ങൾ ഫാമിലിയെ വരെ, ഇപ്പോൾ ഞങ്ങൾ വരെ പരമാവധി, ഇപ്പോൾ ഞങ്ങളതിന് മുമ്പ് അറിയാം, ഞാൻ ലെഫ്റ്റിൻ്റെ ഭാഗമായിരുന്നു. ആ സമയത്താണ് ഇപ്പോഴും നമ്മൾ തങ്ങൾ ഫാമിലി എന്തൊക്കെ വിവാദം ഉണ്ടായാലും വലിച്ചയക്കില്ല. കാരണം നമ്മളൊരു ആത്മീയ ആചാര്യനാണ്, എസ്പെഷ്യലി ഞങ്ങൾ മലബാറിലെ മുസ്ലിങ്ങൾക്ക്. അദ്ദേഹത്തെ വരെ കൊണ്ടുവന്നു വിവാദത്തിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് കുഞ്ഞാലി സാഹിബും സതീശൻ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് എവിടെയാണ്? ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുന്ന ആരാണ്? അവിടെയാണ് പ്രശ്നം. നമ്മൾ LDF ശത്രുവാണ് അല്ലെങ്കിൽ UDF ശത്രുവാണെന്ന് വിചാരിച്ച് വരുന്ന ആളുകൾ എന്താണ് അവരുടെ ഉദ്ദേശം, ആരാണ് അവരെന്നൊക്കെ നോക്കിയിട്ട് കൃത്യമായ നിലപാടെടുത്തിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത വില കൊടുക്കേണ്ടി വരും. അതാണ് ഇവർക്ക് സംഭവിച്ചത്. UDFൻ്റെ ഭാഗത്ത് വലിയ ശ്രദ്ധക്കുറവുണ്ടായി. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഇപ്പം എന്നോട് ഈ മലപ്പുറം എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ പരീക്ഷണങ്ങളെ കേന്ദ്രം, ലീഗിന് ഉറപ്പുള്ള കുറേ സീറ്റുണ്ട്. അത് ആര് വിചാരിച്ചാലും അത് തോൽപ്പിക്കണം. ഒന്നീ റസൂൽ വന്ന് നിൽക്കണം, അല്ല അള്ളാഹ് വന്ന് നിൽക്കണം. വേറെ ആരും എന്നാലും തോൽക്കില്ല ആ സീറ്റ്. അല്ലെങ്കിൽ വേറെ കുറച്ച് സീറ്റുകളുണ്ട്. അവിടെ മുമ്പിൽ LDFൻ്റെ സ്ഥാനാർത്ഥി ജയിച്ച ഒരാൾ, എൻ്റെ സുഹൃത്ത്, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എടാ, അത് സംഭവം മറ്റൊന്നുമല്ല. എനിക്കൊരു അവിടെ ഒരു 5000 വോട്ടുണ്ട്. ബാക്കി CPMൻ്റെ സ്ഥിരം പിന്നെ അവരുടെ കോർ വോട്ടാണ്. എൻ്റെ 5000 വോട്ടും ആ കോർ വോട്ടും കൂടി കയറും ജയിക്കും. ഇതാണ് സംഭവം. അപ്പോൾ ഈ രീതിയിലാണ് ആ മുസ്ലിം മേഖലകൾ പൊതുവേ LDF സ്വാധീനം ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അൻവറിനെ സംബന്ധിച്ചിട്ട് ഈ കോർ വോട്ട് 5000 അൻവറിൻ്റെ കയ്യിലുണ്ട്. അൻവർ അത് ഉപയോഗിച്ച് ശക്തി തെളിയിക്കട്ടെ. ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ UDF ഏറ്റെടുത്തോട് കൂടിയിട്ട് UDFന് ഇടയിൽ കൺഫ്യൂഷൻ. അൻവർ ശക്തി തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അൻവർ ജയിക്കില്ല, പക്ഷെ അല്ല, അതാണ് പ്രശ്നം. അൻവറിനെ സംബന്ധിച്ച് ബിൻ ഗെയിമാണ്. ഒരു 5000 വോട്ടെങ്കിലും പിടിച്ചാൽ
അൻവറിനെ എഴുതി തള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായി അംഗീകരിക്കേണ്ടി. മാത്രമല്ല കേരള പൊളിറ്റിക്സ് ഒരു മാറ്റത്തിൻ്റെ തലത്തിലാണ് ഇപ്പോൾ. അതിന് യങ്സ്റ്റേഴ്സ് ഒന്നും സാമുദായിക രാഷ്ട്രീയം അവരത്ര ഹാപ്പി ഒന്നുമല്ല. ഈ പിള്ളേരൊന്നും തന്നെ ഈ പോക്കൊന്നും ശരിയില്ല എന്നുള്ള ധാരണ അവർക്കുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ മാത്രമല്ല സാമുദായിക ചിന്തയും കൂടുതലാണ്. നമ്മൾ വിചാരിക്കുന്ന സാമുദായിക ചിന്ത കുറവൊന്നല്ല, എന്നാൽ സാമുദായിക ചിന്തയുണ്ട്. ഇപ്പോൾ എനിക്കറിയാം ന്യൂ ജനറേഷനിൽപ്പെട്ട പല പയ്യന്മാർക്ക് നമ്മളൊക്കെ ലീഗിനെ പലപ്പോഴും പോസിറ്റീവായി പോകും. ലീഗ് പോരാ, നമ്മൾ ഇസ്ലാമിൻ്റെ കേസ് ഉയർത്തിപ്പിടിക്കാൻ ലീഗ് പോരാ, നമ്മളെ പിള്ളേരെ മോടി പിടിച്ച് ജയിലിടുമ്പോൾ ലീഗ് മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ എനിക്ക് നന്നായിട്ട് അറിയാം. ആ ലീഗ് കുടുംബത്തിൽ നിന്ന് പിള്ളേർ വരെയുണ്ട്. അപ്പോൾ ഈ പിള്ളേരെ ഇങ്ങനെയുള്ള പിള്ളേരെയൊക്കെ സ്വാധീനിക്കാൻ അൻവറിനെ പോലെ ആൾക്ക് പറ്റിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. സത്യത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഈ പിള്ളേർ വരാതെ നോക്കുന്ന വലിയൊരു പരിധി വരെ ലീഗായിരുന്നു അവിടെ. പക്ഷേ ലീഗിനൊരു പ്രശ്നം ഇപ്പം കുറേ ഹരിതയായിട്ട് വിവാദങ്ങളുണ്ടായി. അതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം ഈ പറയുന്ന പോലെ ലീഗിന് അണികളുടെ ഇടയിൽ അനുഭാവികളുടെ ഇടയിൽ സ്വാധീനം കൂടുന്നു വരുന്നുണ്ട്. പലപ്പോഴും പച്ച മലയാളത്തിൽ രാഷ്ട്രീയം പറയുന്ന ആളുകളുടെ പലപ്പോഴും ചിന്തകൾ ഏത് മാധ്യമവുമായിട്ടാണ് കൂടുതൽ സാദൃശ്യമുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഇടത്തിൽ കയറി കളിക്കാൻ ഒരു സ്പേസ് 5000 വോട്ടെങ്കിലും ഉണ്ടെങ്കിൽ അൻവറിന് കിട്ടും. ശരി, ശ്രീ സി കെ ഷാക്കിർ, അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ, പിണറായി സർക്കാരിനെതിരെ നടത്തിയ പരാമർശങ്ങൾ, അത് നിങ്ങളെയൊക്കെ ഏറ്റെടുക്കാം. പക്ഷേ അൻവറിനെ ഏറ്റെടുക്കാൻ പോയതാണ് നിങ്ങളെ അബദ്ധത്തിൽ ചാടിച്ചത്. കൃത്യമായ നിരീക്ഷണമാണ് ഫക്രുദ്ദീൻ നടത്തിയത്. നിങ്ങൾ എന്താണ് മഞ്ജുഷെ പറയുന്നത്? നിങ്ങൾ അൻവർ ഉയർത്തിയ വിഷയമാണോ അത്? അൻവർ പറയുന്നത് ഒരു വർഷം പോലും ആയിട്ടില്ല. ഞങ്ങൾ തുടർച്ചയായി പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്ന മുതൽക്ക് പറയുന്ന കാര്യങ്ങളല്ലേ. അൻവറിന്റെ വിഷയങ്ങൾ നമുക്ക് തെരഞ്ഞെടുപ്പ് ഈ 19-ാം തീയതി കഴിഞ്ഞിട്ട് അല്ല. ഒരു മിനിറ്റ്, നിങ്ങൾ മഞ്ജുഷിന് എന്താ അതിൽ ഇത്ര പരാതി നമുക്ക് മനസ്സിലാവില്ലല്ലോ. നിങ്ങൾ കിടന്ന് ഓടുന്ന കാണുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരിക്കൽ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അല്ല ഒരു മിനിറ്റ്, നമ്മുടെ ഈ ചർച്ചയിൽ അല്ല മഞ്ജുഷ നിയന്ത്രിച്ച ചർച്ചയിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇവർ സ്ഥാനാർത്ഥിയെ തെരഞ്ഞ് പൊതുസമ്മതനെ തെരഞ്ഞ് നിലമ്പൂരെ വീട് വീടാതെ കയറി ഇറങ്ങി വാതിൽ കുറ്റിയിട്ട് ഓടിക്കാണ് CPM-കാരൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്വരാജിനെ പോലെയുള്ള കേൾക്ക്, സ്വരാജിനെ പോലുള്ള നേതാക്കന്മാരുടെ മണ്ഡലമാണ് നിലമ്പൂര്, മത്സരിക്കാൻ വരട്ടെ ഞങ്ങൾ പറഞ്ഞത് ഓർമ്മയില്ലേ? അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവര് നിക്കക്കള്ളില്ലാണ്ട് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി. സ്വരാജ് ആരാ നമുക്കറിയാം. രാഷ്ട്രീയം ചർച്ചയാവട്ടെ, വികസനം ചർച്ചയാവട്ടെ എന്നാണ് ഞങ്ങളൊക്കെ അതിനോട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അത് കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയാവാതിരിക്കാൻ നിങ്ങൾ വിവാദങ്ങൾ ദയവായി കൊണ്ടുവരരുത്. ആ വിവാദങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ ചർച്ചയാക്കിയാൽ പോലും അത് ഈ മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നുള്ളൂ. ഗ്രൗണ്ടിൽ റിയാലിറ്റിയായി നേരെ മറിച്ചാണ് കാര്യങ്ങൾ. ആ വോട്ടർമാരൊക്കെ വളരെ വലിയ പ്രതീക്ഷയിൽ കാത്തിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോ, CPM-ന്റെ വോട്ട് പെട്ടിയിൽ നിന്ന് ആയിരക്കണക്കിന് വോട്ടുകൾ ഇത്തവണ ശ്രീ ആര്യാടൻ ഷൗക്കത്തിന്റെ പെട്ടിയിലെത്തും. അത്രയും വെറുക്കപ്പെട്ട സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. ഏതെങ്കിലും ജനവിഭാഗത്തിന് ഏതെങ്കിലും തരത്തിൽ ആശ്വാസമുള്ള ചെറിയ പദ്ധതികൾ പോലുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഐക്യജനാധിപത്യ മുന്നണിയുടെ 2011 മുതൽ 16 വരെയുള്ള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ പദ്ധതികൾ എണ്ണി പറഞ്ഞു തന്നു. തിരിച്ച് 9 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതി പറയാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഈ ചർച്ചയിൽ VPP പുസ്തകം ഒളിച്ചോടി നിങ്ങൾ കണ്ടതല്ലേ? അദ്ദേഹം ബബ്ബ അടിച്ച് പോയതല്ലേ? രാഷ്ട്രീയ പ്രസംഗം നടത്തി പോയതല്ലേ? ഇപ്പോഴും ചോദിക്കുന്നു. CPM-കാരോട് ഞങ്ങൾ എല്ലാവരും ചോദിക്കുകയാണ്, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലുള്ള സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള കൊച്ചിൻ പിന്നെ കണ്ണൂർ 2016 അംഗീകരിച്ചില്ല ശ്രീ സി കെ ഷാക്കിർ. അതോടുകൂടി അതിന്റെ ഉരച്ചുനോക്കൽ പോയി. 2016 അംഗീകരിച്ചില്ല, 9 വർഷമായിട്ട് അങ്ങനെ നിൽക്കുകയുമാണ്. അല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് തന്ത്രപരമായ വേണ്ടി വരുന്നത്. ഫക്രുദ്ദീൻ പറഞ്ഞ ശരിയായ നിരീക്ഷണമാണ്. അൻവറിനെ നിങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിച്ചത് നിങ്ങളുടെ പാളിച്ചയായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ബാധ്യതയായി വരുന്നത്. അതോ ആത്മവിശ്വാസം കുറവാണ്? അല്ല, അതോ അൻവർ വേണം ഈ പറയുന്ന 5000 വോട്ടെങ്കിൽ 5000 വോട്ട് അല്ലേ? അത് നിങ്ങളുടെ പെട്ടിയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഭയമുണ്ട്. നിങ്ങൾ പറയാൻ സമ്മതിക്കണ്ട മഞ്ജുഷേ. അല്ല മഞ്ജുഷ പറയാൻ സമ്മതിക്കും പ്ലീസ്. ഞാൻ പറയട്ടെ. അതായത് ഇപ്പൊ ഫക്രുദ്ദീൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. നല്ല ഗവൺമെന്റ് ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. അവസാന സമയത്ത് തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് 2 വിവാദങ്ങൾ കൊണ്ടുവന്നു. ഒന്ന് പെരുമ്പാവൂര് ജിഷയുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ പ്രശ്നം, അതുപോലെ തന്നെ മറ്റൊരു സരിതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. എന്നിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ ഗവൺമെന്റ്, ജനക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്ന ഗവൺമെന്റ്, ഇഷ്ടം പോലെ വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന ഗവൺമെന്റിനെ വിവാദങ്ങളിൽ തളച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ടാക്കി മാറ്റി അങ്ങനെ പോയി. ഇത്തവണ കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ ആളുകളെല്ലാവരും ജീവനും ജീവിതവും കൊണ്ട് ഓടുമ്പോൾ കള്ളക്കഥകൾ ഉണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് മാഫിയകളെ കൂട്ടുപിടിച്ച് ഇവർ അധികാരത്തിൽ തുടരാൻ സാധിച്ചു. അത് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പും നിങ്ങൾ വിവാദങ്ങളെ ഉയർത്തിവിടുകയാണ്.
ഈ വിവാദം ഇപ്പൊ അൻവർ നോക്ക്, അൻവറിന് കിട്ടാവുന്ന വോട്ട് എവിടെ നിന്നാണ്? UDF വോട്ടാണ്, കോൺഗ്രസ് വോട്ടാണ്, ലീഗ് വോട്ടാണോ? അദ്ദേഹം പിടിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിടിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വോട്ടാകുന്നത് തർക്കമില്ല. ഈ ഒരു 100% വോട്ടിൽ 80% എന്തായാലും ഈ സ്വരാജിന്റെ പട്ടിയിലേക്ക് പോകേണ്ട വോട്ടായിരിക്കും. കാരണം കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകന്മാരിലെ ശരിയാണ്. ആ ഒരു ആത്മവിശ്വാസം UDF നിലവിലെ അന്തരീക്ഷത്തിൽ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഈ ഓട്ടം കാണുമ്പോഴാണ് ഈ വിഷയം അൻവറിനും അതുകൊണ്ടാണ് ആ സമയത്താണ് ആവേശം കൂടുന്നതും അൻവർ ഈ പുതിയ കാര്യങ്ങളുമായിട്ട് വരുന്നതും. ശരി ഷൗക്കത്ത്, ഇനി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയമുണ്ട്. അൻവർ മത്സരരംഗത്ത് തന്നെ ഉറച്ചു നിൽക്കുമോ, അതോ ഈ കഴിഞ്ഞ ഒരാഴ്ച കണ്ടതുപോലെ ഈ ട്വിസ്റ്റുകളുടെ ഒരു സമയമായിരുന്നുവല്ലോ, ഒരിടത്തും ഉറച്ചു നിൽക്കാതെ, അങ്ങനെയാണോ? അതെല്ലാം ചില സ്ഥാനമാനങ്ങൾക്ക് ഭാവിക്ക് വേണ്ടി അൻവർ ചെയ്യുന്ന കാര്യങ്ങളാണ്, കുറ്റം പറയാൻ പറ്റില്ല, രാഷ്ട്രീയമാണ്. അത് തുടരുമോ, അതോ ഇനി ഇത് ഫൈനലാണോ, ഉറപ്പിക്കാൻ പറ്റുമോ മത്സരരംഗത്തുണ്ടാവുമെന്ന്? തീർച്ചയായും മഞ്ജുഷ്, ഈ മത്സരരംഗത്ത് PV അൻവർ ഉണ്ടാകുമെന്ന് മാത്രമല്ല, രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിയും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ നേതാവ് ഷാക്കിറൊക്കെ പറയുന്ന രാഷ്ട്രീയം അല്ല, ഇവിടുത്തെ കണക്കുകൾ അല്ലെങ്കിൽ ഇവരെ വിലയിരുത്തലുകൾ അതൊന്നും അല്ല നിലമ്പൂരിൻ്റെ റിയാലിറ്റി. നിലമ്പൂരിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നിലമ്പൂർ PV അൻവർ ഇല്ലാതെ മത്സരിച്ചാൽ ഒരു തരത്തിലും ജയിക്കാൻ കഴിയില്ല എന്ന കണക്കുകൂട്ടൽ കൊണ്ട് മാത്രമാണ് ഈ ഷാക്കിറിൻ്റെ നേതാക്കൾ അടക്കമുള്ള ആളുകൾ ദിവസങ്ങളോളം ചർച്ച ചെയ്തിട്ടുണ്ട്, ചർച്ചകൾക്ക് മേലെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവർ തള്ളിപ്പറയുകയാണ്. കാരണം PV അൻവർ VD സതീശനുള്ള UDF ഞാനില്ല എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ഇവർക്ക് തള്ളിപ്പറയുകയല്ലാതെ നിർവാഹമില്ലാത്തൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. അതല്ല, അൻവറിന് ഇവിടെ വോട്ട് ബാങ്ക് ഇല്ല, അൻവർ അത്ര ഇവിടെ ഒരു ആവശ്യമില്ല എന്നൊരു ഘടകമാണ് എങ്കിൽ എപ്പോഴേ ഇവർക്കിത് പറഞ്ഞുകൊണ്ട് UDF പണിയെടുത്താൽ പോരായിരുന്നു. എന്തിനാണ് ഏറ്റവും അവസാനം രാഹുൽ മാക്കൂട്ടം PV അൻവറിൻ്റെ വീട്ടിൽ പോയ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രവർത്തകരുടെ കൈകളിൽ നിന്നും മാധ്യമങ്ങൾക്ക് കിട്ടി. അതും സംഭവിച്ചിട്ടില്ല എന്ന് പറയും. കാരണം ഇവർ ചെയ്ത ചതി എടക്കര അതുപോലെ VD സതീശൻ നടത്തിയ ജാഥയിൽ, പ്രതിപക്ഷ നേതാവ് നടത്തിയ ജാഥയിൽ PV അൻവറിനെ ക്ഷണിച്ചു വരുത്തി വേദിയിലിരുത്തിയതൊക്കെ നമ്മൾ കണ്ടതാ. അന്നു മുതൽ PV അൻവർ UDF ഘടകകക്ഷി, അത് ഇന്നയാണ് നാളെയാണ് എന്ന് പറഞ്ഞ് പറ്റിച്ച് അവസാനം എന്താ പറയുക, ഒരു നീക്കുപോക്കിന് തയ്യാറാവാതെ പൊതുമധ്യത്തിൽ അങ്ങനെ ഉടുവസ്ത്രം അഴിക്കുന്ന രീതിയിൽ അപമാനിക്കപ്പെട്ട സാഹചര്യത്തിലാണ് മത്സര രംഗത്തേക്ക് PV അൻവർ ഇറങ്ങുന്നത്. പക്ഷേ ഒരു 10-25,000 വോട്ട് PV അൻവറിനുണ്ട് എന്ന ധാരണയിലാണ് ഞങ്ങൾ അൻവറിനോട് മത്സരിക്കാൻ TMCയുടെ കമ്മിറ്റി ആവശ്യപ്പെട്ടതും മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നതും. എന്നാൽ 2 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഈ നിലമ്പൂരിൽ നിന്ന് കിട്ടുന്ന ചിത്രം PV അൻവർ നല്ല ഭൂരിപക്ഷത്തോടു കൂടി നിലമ്പൂരിൽ നിന്ന് വിജയിക്കും. കൃത്യമായ കണക്കുകളോടും ഞങ്ങൾക്ക് പറയാൻ കഴിയും. കാരണം 95,000 വോട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്നത്. ഏതാണ്ട് 95,000 അടുത്ത് വോട്ടാണ്. ആ സമയത്ത് 30,000 അടുത്ത് വോട്ടാണ് UDF കിട്ടുന്നത്. അപ്പോൾ ഏതാണ്ട് 1-20 വോട്ടാണ് നിലമ്പൂരിലെ ഇടതുപക്ഷവും വലതുപക്ഷവും പാർലമെൻറ്റ് ഇലക്ഷനിൽ പിടിച്ചത്. 1,60,000 മുകളിൽ പോൾ ചെയ്യുന്ന മണ്ഡലമാണ് നിലമ്പൂർ നിയോജക മണ്ഡലം. അതിൽ 10-60,000 ആടിയുലയുന്ന വോട്ടുകളുണ്ട്, നിഷ്പക്ഷരുണ്ട്. PV അൻവറിനെ നെഞ്ചിലേറ്റിയ പല തവണകളിലായിട്ട് 2014 PV അൻവർ ഒന്നുമല്ലാത്ത സാഹചര്യത്തിൽ മത്സരിച്ചപ്പോൾ 7,000-ഓളം വോട്ട് കിട്ടിയ സ്ഥലമാണ് PV അൻവറിന്റെ ഈ നിലമ്പൂർ മണ്ഡലം. അപ്പോൾ ഈ 10-60,000 വോട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലാക്കാനും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും UDF ദുർബലരായ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ ഭാഗത്തു നിന്നൊക്കെ വലിയ വോട്ട് ചോർന്നുകൊണ്ട് PV അൻവറിന്റെ പെട്ടിയിൽ വീഴും എന്ന കണക്കുകൂട്ടലിലാണ് ഞങ്ങൾ. വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ അതൊരു അമിത പ്രതീക്ഷയല്ലേ, ജയിക്കുമെന്നൊക്കെ പറയുന്ന അമിത പ്രതീക്ഷയാണ്. ആരെങ്കിലും തോൽപ്പിക്കാൻ പറ്റിയേക്കും, വിജയം എന്നുള്ളത് അമിത കൃത്യമായ കണക്കാണ് മഞ്ജുഷൻ. പ്രതീക്ഷയല്ല, കൃത്യമായ കണക്കാണ്. ഒരിക്കലുമല്ല, കൃത്യമായ കണക്കാണ്. കാരണം നിലമ്പൂരിന്റെ പൾസ് അറിയുന്നവർക്ക്, ഞങ്ങളിവിടെ രാഷ്ട്രീയ പ്രവർത്തനം, ഞങ്ങൾ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത അന്നു മുതൽ ഇവിടുത്തെ നിലമ്പൂരിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി, ഇവിടുത്തെ ആളുകളുമായി, ഇവിടുത്തെ സാധാരണക്കാരനുമായി, ഇവിടുത്തെ മലയോര മേഖലയിലെ ജനങ്ങളുമായി, ഇവിടുത്തെ തൊഴിലാളികളുമായി, ഓട്ടോ തൊഴിലാളികളുമായി എല്ലാവരും എന്താണ് ഈ നിലമ്പൂരിൽ എന്നെ പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഒരു അപര സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നുണ്ട്.
അതായത് ആരാണ് അത്തരം ഒരു അപര സ്ഥാനാർത്ഥി ഇറക്കിയിരിക്കുന്നത്? ആരാന്നറിയില്ല, ഒരു അൻവർ നോമിനേഷൻ കൊടുത്തതായിട്ടാണ് അറിയുന്നത്. അത് വ്യക്തമായിട്ട് എനിക്കത് അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മഞ്ജുഷേ, ഈ വനഭേദഗതി നിയമത്തിനെതിരെ PV അൻവർ ഒരു ജാഥ നടത്തി. ആ ജാഥ നിലമ്പൂരിലെത്തിയപ്പോൾ ഇവിടെ ഒരു മണി എന്നൊരു ചെറുപ്പക്കാരൻ ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടും അതുമൂലമുണ്ടായ പ്രതിഷേധത്തിൻ്റെ കാരണമായി DF ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൻ്റെ ഭാഗമായി PV അൻവറിനെ അറസ്റ്റ് ചെയ്തതും ഞാൻ അടക്കമുള്ള ആളുകൾ അതിൽ ജയിൽവാസം അനുഭവിച്ച ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ വിലയിരുത്തുന്ന ആളുകളെ, ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? എല്ലാ സുഗലോലുപതിയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഗൺമാന്മാരും പിന്നെ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റാഫും ഇതൊക്കെ ഉണ്ടായിരുന്ന ആളല്ലേ PV അൻവർ? ആർക്ക് വേണ്ടിയാണ് ഈ വിഷയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വച്ചത് എന്നും ഈ താൻ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ മുന്നണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നത് എന്തിനാണെന്ന് ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ? ഇത്തരം ഏത് നെറികേടുകൾ ഭരണപക്ഷം കാണിക്കുമ്പോൾ മിണ്ടാപ്പൂച്ചകളെപ്പോലെ ഇരിക്കുന്ന പ്രതിപക്ഷമല്ല ഈ നാടിനാവശ്യമെന്നും പ്രതികരിക്കുന്ന PV അൻവറാണ് ഈ നാടിനാവശ്യമെന്ന് ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ? അതിനല്ലേ വോട്ട് കൊടുക്കുക? ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമല്ലേ? അപ്പോൾ ഇടത് മുന്നണികൾ മാത്രം. ശരിയാണ്. ഇപ്പം PV അൻവർ എന്നുള്ള പേരിൽ അൻവറിനെ കൂടാതെ ഒരു AK അൻവർ സാദത്ത്, അങ്ങനെ ഒരു സ്വതന്ത്രൻ കൂടി അവിടെ മത്സരിക്കുന്നുണ്ട്. അതാണ് ഒരു അപരനെ കൂടി നിർത്തിയിട്ടുണ്ട് എന്ന് PV അൻവർ ഇപ്പോൾ പറയുന്നത്. അവരൊക്കെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു അതാ പറയുന്നത് മഞ്ജുഷ. ശരി ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. പറയട്ടെ. ശരി, ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, ഇപ്പോൾ അൻവർ ഇപ്പോഴും പറയുന്നത് പിണറായിസം തോൽക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ അൻവറിന്റെ ഫോക്കസ് അങ്ങോട്ടാണ് എന്ന് വ്യക്തമാവുകയാണ്. പക്ഷെ അത് എന്ത് ഫോക്കസ് ആണെന്ന് അറിയില്ല. കാരണം ഇവിടെ മത്സരിച്ചുകൊണ്ട് പിണറായിസത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അൻവർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അൻവർ ഞങ്ങൾക്കെതിരെ പറയുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. അങ്ങനെ പറയണമെന്ന് തന്നെയാണ് ഇടതുപക്ഷ മുന്നണി ആഗ്രഹിക്കുന്നത്. കാരണം അൻവർ ഞങ്ങൾക്കെതിരെ പറയുന്ന ഓരോ വാക്കുകളും UDFനുള്ള ശക്തമായിട്ടുള്ള താക്കീതാണ്. അദ്ദേഹം ഇടയ്ക്ക് വെച്ച് സതീശനിസം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇതൊന്നുമല്ല അൻവറിന്റെ ലക്ഷ്യം. അൻവറിന് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകണമെന്നായിരുന്നു അൻവറിന്റെ ലക്ഷ്യം. അത് നടപ്പിലാകില്ല എന്ന് അദ്ദേഹത്തിന് പരിപൂർണമായിട്ട് ബോധ്യമാണ്. നിലമ്പൂരിനെ സംബന്ധിച്ചിപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ സ്വരാജിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇലക്ഷൻ രണ്ട് മുന്നണികൾ തമ്മിലായിട്ട് മാറി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള പരിപൂർണമായ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായിട്ട് മാറി. നേരെ മറിച്ച് ഞങ്ങളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടാകില്ലായിരുന്നു. ഇപ്പോൾ ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് നിലമ്പൂരിന് കളമായത് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി M സ്വരാജ് എന്ന ചെറുപ്പക്കാരന് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം ഓടുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടെ UDFന്റെ പ്രതിനിധി പറഞ്ഞു ഞങ്ങളുടെ വികസന പ്രവർത്തനത്തെ കുറിച്ച്. പിണറായി വിജയൻ തന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഒരിക്കൽ, തറക്കല്ലിട്ടാൽ കപ്പലോടത്തില്ലെന്ന്. വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടിയാണ്. അതിന് അദാനിക്കൊപ്പം പണം നൽകിയത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ്. 6000 കോടി രൂപയോളം നാഷണൽ ഹൈവേ പണിയുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റാണ് പണം കൊടുത്തത്. ഈ ഗവൺമെന്റ് അല്ല അധികാരത്തിലിരുന്നെങ്കിൽ 1 കിലോമീറ്റർ NHന്റെ ഡെവലപ്മെന്റ് ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. ഇവരൊക്കെ വന്നിരുന്ന് ചർച്ചയിൽ പറയുന്നതൊക്കെ എന്താ ഇവിടെ ചെയ്തതെന്ന്. ക്രെഡിറ്റ് എടുത്ത് അബദ്ധം പറ്റിയ ഒരു സമയമാണിത്. ക്രെഡിറ്റ് അടിക്കാൻ പോയി അബദ്ധം പറ്റിയ ഒരു സമയത്ത് അത് വീണ്ടും ക്രെഡിറ്റ് അടിച്ച് അബദ്ധം പറ്റിയ ഒരു സമയമാണ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ. കേന്ദ്രത്തിന്റെ ഒരു പദ്ധതിക്ക് ക്രെഡിറ്റ് അടിച്ച് അബദ്ധം പറ്റിയ സമയമാണ്. പണം ഞങ്ങൾ കൊടുത്തല്ലോ. 6000 കോടി ഞങ്ങൾ കൊടുത്തൊരു 5800 രൂപ കൂടുതൽ ഞങ്ങൾ കൊടുത്ത അടുപ്പിന്റെ പ്രകൃതി ദുരന്തം ഇവിടെ എല്ലാവരും ഉണ്ട്. അതുവരെ ക്രെഡിറ്റ് എടുത്തിട്ട് അവസാനം വന്നപ്പോഴേക്കും അത് കേന്ദ്രത്തിന്റെ തലയിലും പ്രകൃതിയുടെ തലയിലുമായി. അത്രേ ഉള്ളൂ. അല്ലല്ല, അത് റീൽസ് എടുത്തതും പ്രചരിപ്പിച്ചതും ക്രെഡിറ്റ് അടിച്ചതും ഒക്കെ അറിയാവുന്നതാണ് ഇവിടെ എല്ലാവർക്കും. ഒന്നുമല്ല, ഞങ്ങളാണ് പണം ചെലവാക്കിയത്. എല്ലാവർക്കും അറിയാം. ആര് പറഞ്ഞു? കേന്ദ്രത്തിന്റെ പണമാണ്. ഇവിടെ സ്ഥലം ഭൂമി ഏറ്റെടുക്കലിനല്ലേ സംസ്ഥാനം പണം കൊടുത്തിട്ടുള്ളൂ. 25% പണം ഈ ഗവൺമെന്റ് കൊടുത്തു. 75% കേന്ദ്രമാണല്ലോ. നിർമ്മാണത്തിലെ മുഴുവൻ പണവും കേന്ദ്രം. NHന് 100% പണം ചെലവാക്കേണ്ടത് കേന്ദ്രമാണ്. കാര്യം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണത് വരുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും സ്ഥലം എടുക്കാൻ പണം കൊടുക്കുന്നില്ല. കേരളം മാത്രമാണ് 25% പണം കൊടുക്കണം എന്ന് പറഞ്ഞ് പണം കൊടുത്തു. അല്ലെങ്കിൽ കേരളത്തിൽ ഇവർ ഭരിച്ചല്ലോ 1 കിലോമീറ്റർ നാഷണൽ ഹൈവേയുടെ അതുപോലെ വർക്ക് വന്നില്ല. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 5 വർഷം ഭരിച്ചു. കേന്ദ്രത്തിൽ കേരളം മാത്രമാണ് പണം കൊടുത്തത് എന്നൊക്കെയുള്ള തെറ്റായ വിവരങ്ങളായിരുന്നു കേട്ടോ. ഗഡ്കരി തന്നെ അന്ന് പാർലമെന്റിലെ പ്രസംഗത്തിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ കാര്യം അവര് തന്നെ അംഗീകരിച്ചല്ലോ. കൃത്യം ഇതിനൊക്കെ രേഖകളുള്ളതല്ലേ മഞ്ജുഷ? ഞങ്ങൾ 5000 ക്രെഡിറ്റ് അടിച്ച് അബദ്ധം പറ്റിയ ഒരു സമയമാണ്. ക്രെഡിറ്റ് അടിക്കാൻ പോയി അബദ്ധം ഒരു കാര്യമില്ല. ഞാനിത് പറയും.
ഞാനിത് പറയുമ്പോൾ നിങ്ങളിത് പറയുമെന്ന് എനിക്കറിയാം. ഇവിടെ മലവെള്ളപ്പാച്ചിലുണ്ടായി, ഹൈവേക്ക് എല്ലാം പ്രശ്നങ്ങളുണ്ടായി, ഇതൊക്കെ നമുക്കറിയാം. ഇത് നമ്മൾ എല്ലാവരും അതിനൊന്ന് കണ്ണടച്ചിരുട്ടാക്കിയൊന്നും വേണ്ട. ഇവിടെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത മഴ മെയ് മാസത്തിലുണ്ടാവുകയും മഴയും കാറ്റും ഒക്കെ ഉണ്ടാകും. എന്റെ അടുത്തൊക്കെ തന്നെ 6 ദിവസമാണ് ഇവിടെ തന്നെ വൈദ്യുതി ഇല്ലാതെ കിടന്നത്. കാര്യം അതൊക്കെ നാഷണൽ കലാമിറ്റിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ക്രെഡിറ്റ് ഒന്നും അതിനകത്തൊന്നും ഒരു കാരണവശാലും ഇല്ലാതാകുന്നില്ല. അത് കണ്ണടച്ചിരുട്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങളും രാഷ്ട്രീയവും പറയാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി സ്ഥാനാർത്ഥി നിർത്തിയത്. പണ്ട് 2-3 ചിലർ ചോദിച്ചു എന്നോട്, നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലേ? ഒരിക്കൽ മഞ്ജുഷി ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, മെയ് 30 തീയതി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകും, ശക്തരായ സ്ഥാനാർത്ഥി ഉണ്ട്. അന്ന് മഞ്ജുഷി എന്നെ മറുപടി പറഞ്ഞാണ്, മറ്റു ചിലർക്ക് ഇതേ മറുപടി തന്നെയാണ് പറഞ്ഞത്. അവിടെ അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണി നമ്മൾ തെരഞ്ഞെടുപ്പായി മാറിക്കഴിഞ്ഞു. അവിടെ BJPക്കും പ്രസക്തിയില്ല, അൻവറിനും പ്രസക്തിയില്ല. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ജൂൺ 23 തീയതിയിൽ അൻവർ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയം കേരളത്തിൽ പിന്നീട് ഉണ്ടാകില്ല. അത് അവിടെ അവസാനിക്കും. അൻവറിന്റെ ഈ വിലപേശലുകൾ അവസാനിച്ചേക്കാം. അത് അവസാനിക്കണം എന്ന് തന്നെയാണ്, അവസാനിക്കേണ്ടതാണ്. അത് അവസാനിക്കുകയാണ് നല്ലത്. പക്ഷേ ശ്രീ ഫക്രുദ്ദീൻ അലി, LDFന്റെ ഈ ആത്മവിശ്വാസത്തിന് അതിന് കഴമ്പുള്ളതാണോ? ഇപ്പോൾ നിലമ്പൂർ എന്ന് പറയുന്നത് ഒരു UDF സീറ്റ് എന്ന് തന്നെയല്ലേ വിലയിരുത്താവുന്നത്? നിലമ്പൂർ സീറ്റ് LDFന് കിട്ടുന്നത് അൻവറിന്റെ വോട്ട് കൊണ്ട് ആഡ് ചെയ്യുമ്പോഴാണ്. അതുവരെ ആര്യാടൻ 5000 വോട്ടിനൊക്കെ ജയിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ UDFന്റെ അൻവറിന് കിട്ടിയ അൻവറിന്റെ വോട്ട് തന്നെ ബേസിക്കലി അൻവർ ഒരു കോൺഗ്രസ് ഫാമിലി, പിന്നെ മലപ്പുറത്തുള്ള പ്രത്യേക ലീഗ് കോൺഗ്രസ് ആ ഏരിയയിലൊക്കെ ഉള്ളൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അൻവറിന് കിട്ടിയ കുറച്ച് വോട്ടുകളുണ്ട്. അതാണ് അവിടെ വിജയത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അതിനുശേഷം പിണറായി ഇറങ്ങിക്കളിച്ചിട്ട് പല മുസ്ലിം നേതാക്കന്മാരും മുസ്ലിം പ്രധാനപ്പെട്ട കുടുംബങ്ങളും ഒക്കെ അതിൽ നേരിട്ട് ബന്ധം ഉണ്ടാക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അൻവറിനാണെങ്കിലും അല്ലെങ്കിൽ ഈ നമ്മൾ ജലീലിനാണെങ്കിലും അംസക്കാനാണെങ്കിലും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ കളി മൂപ്പര് കളിച്ചിട്ടുണ്ട്. അത് ക്രിസ്ത്യൻ മേഖലയിലും കളിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ മേഖല നേരിട്ട് ഇപ്പോൾ കേരള കോൺഗ്രസിനെ വേണ്ട, ഒരു പിതാവിനെ അവൻ കേട്ടത് എങ്ങനെയാണ്, പിതാവിനൊക്കെ വേണമെങ്കിൽ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിക്കാം. ആ രീതിയിലെ ബന്ധം അദ്ദേഹം ഉണ്ടാക്കി. പക്ഷേ മലയോര മേഖലയിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വികാരമല്ലേ വന്യജീവി? അത് എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. വന്യജീവി അക്രമമായിട്ട് ബന്ധപ്പെട്ട് പൊതുവെ ഒരു വികാരമുണ്ട്. അത് എങ്ങനെ റിഫ്ലക്ട് ചെയ്യുമെന്ന് ഇപ്പം പറയാൻ പറ്റില്ല. കാരണം അത് ബേസിക്കലി ഉള്ളത് നമ്മളെ പ്രധാനമായിട്ടും ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിലാണ്. അപ്പം സംസ്ഥാന ഗവൺമെൻറ് അത് അഡ്രസ്സ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അവർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഇടയ്ക്ക് നമ്മുടെ തലശ്ശേരി പിതാവ് ഇങ്ങനത്തെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് നിയമസഭയിൽ കൃത്യമായൊരു മറുപടിയും 1-2 നടപടിയൊക്കെ എടുത്ത സമയത്ത് അദ്ദേഹം ഗവൺമെൻറ്റിനെ കർഷകരുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് അതിനെ അദ്ദേഹം വളരെ പോസിറ്റീവായി കാണുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ക്രിസ്ത്യൻ വോട്ട് നിങ്ങൾ മുസ്ലിം വോട്ട് പോലെ അത്ര ഈ ജാതി ഒന്ന് വോട്ട് പിന്നെ ഇങ്ങനെ വിഭജിക്കുന്നു എന്നൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷേ എന്താ ചെയ്യുക, നമ്മുടെ നാട്ടിലെ ആളുകൾ പലപ്പോഴും വോട്ട് ചെയ്യുമ്പോൾ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ ഇതൊക്കെ ആലോചിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്കും പറയാതിരിക്കാൻ പറ്റില്ല. മുസ്ലിം വോട്ട് അത്ര ടേക്കൺ ഫോർ ഗ്രാൻഡഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് വളരെ കൃത്യമായി ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് വോട്ട് ചെയ്യുന്ന വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സമൂഹം അവിടെ. എനിക്കിപ്പം നിങ്ങൾ പൊതുവേ എന്നോട് പലപ്പോൾ ഇലക്ഷൻ പ്രവചനം നടത്താൻ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ബോധ്യമുള്ള ഞാൻ കൃത്യമായിട്ട് പറയാറുണ്ട്. അത് ഭൂരിപക്ഷം ശരിയായിട്ടുണ്ട്, കുറച്ചൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ എന്നോട് നിലമ്പൂർ പറഞ്ഞാൽ ഞാൻ പറയില്ല. കാരണം നിലമ്പൂർ ഇപ്പോൾ കലങ്ങി ഒരു ചുഴിയായി കിടക്കുകയാണ്. അതിൽ മീനുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു പ്രശ്നമുണ്ട്. അത് അൻവറിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു ചുഴിയായിട്ടുണ്ട്. ഇപ്പം നിലമ്പൂരുകാരായ അവർക്ക് ആ ചുഴിയിൽ നിന്ന് അപ്പുറത്ത് മീനുകളെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പുറത്തു നോക്കി എന്നെ സംബന്ധിച്ചിടത്തോളം UDF ഇതുകൊണ്ട് നിർത്തുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? UDF ഇപ്പോൾ വാതിലടച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അൻവറിന് മുന്നിൽ വാതിലടയ്ക്കാൻ UDFന് നിലമ്പൂരിന്റെ പശ്ചാത്തലത്തിൽ പറ്റുമോ? രാഷ്ട്രീയത്തിൽ ആരുടെ മുന്നിലും വാതിൽ പൂർണ്ണമായും കൊട്ടിയടയ്ക്കാൻ ആർക്കും പറ്റില്ല. ഇറ്റ് ഡിപ്പെൻസ്. അത് ഈ ഇലക്ഷന് ശേഷം അൻവർ എങ്ങനെ വരുന്നു, എങ്ങനെ അൻവർ എമേർജ് ചെയ്ത് വരുന്നത്. ഞാൻ പറഞ്ഞത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഞാൻ പറഞ്ഞത്. ഇനിയും സമയമുണ്ടല്ലോ. അല്ല ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അത് സെറ്റായി കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ ഓൾറെഡി ഇനിയിപ്പോൾ പറയട്ടെ, പറഞ്ഞോ. അതായത് മഞ്ജുഷ കാണാതെ പോയ ഒരു കാര്യമുണ്ട് നിലമ്പൂരിൽ, പറ്റിയ ലേറ്റസ്റ്റ് ഇഷ്യൂ. സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഇന്നലെ നടത്തിയ പ്രസ്താവന മഞ്ജുഷിന്റെ ശ്രദ്ധപ്പെട്ടോ? ജമാഅത്ത് ഇസ്ലാമി വോട്ട്, സുഡാപ്പി വോട്ട്, PDP വോട്ട് ഇതൊക്കെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് എല്ലാ വോട്ടുകളും. അപ്പൊ എത്ര ദയനീയ അവസ്ഥയിലാണ് CPM ഇടതുപക്ഷവും നിലമ്പൂരിലെന്ന് ആലോചിച്ചൂടെ? UDFന് ഒരു കുഴപ്പമില്ല. എല്ലാ തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും വോട്ട് വാങ്ങാൻ ഞങ്ങൾ റെഡിയാണെന്ന് പരസ്യമായി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ CPMന്റെ സമന്വയ നേതാവ് ഇന്നലെ പ്രഖ്യാപിച്ചില്ലേ? വോട്ട് വേണ്ട നിങ്ങൾ വോട്ട് സ്വീകരിച്ച ആരാണ്? നിലമ്പൂർ വേണ്ടെന്ന് പറയൂ. നിലമ്പൂർ നിങ്ങൾ വേണ്ടെന്ന് CPMന്റെ ഒരു ഗതികേട് നോക്ക്. സിറ്റിംഗ് MLA ഉള്ള ഒരു സീറ്റില് അല്ല അതെ നോക്ക്. എന്നിട്ടും ഇവര് നോക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത്? പാർട്ടിയുടെയും SDP യുടെയും വോട്ടുകൾ വാങ്ങിയാണല്ലോ ജയിച്ചത്.
അവിടെ പാർട്ടി ഓഫീസിൽ വരെ പോയിട്ടുണ്ട്. അല്ല ഏതെങ്കിലും UDF-ന്റെയോ അല്ല നിൽക്ക് മഞ്ജുഷ അങ്ങനെ പറഞ്ഞ പോലെ ഏതെങ്കിലും കോൺഗ്രസിന്റെയോ ലീഗിന്റെ നേതാവ് പറഞ്ഞോ ഇന്ന പാർട്ടിയുടെ വോട്ട് വേണമെന്ന്? വോട്ടർമാർ ആർക്കെങ്കിലും വോട്ട് ചെയ്ത് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷെ ഇത് ബേജാർ കൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കുകയാണ് വോട്ടൊക്കെ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അല്ലല്ല അങ്ങനല്ലല്ലോ, പേരെടുത്ത് പറഞ്ഞിട്ട് ആ സംഘടനകളുടെ പ്രതിനിധി നേരിട്ട് പോയി കാണുകയാണ്. ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നേരിട്ട് പോയി കാണുകയായിരുന്നു. BJP-യുടെ വോട്ട് പാലക്കാട് നേരിട്ട് പോയി കാണുകയായിരുന്നില്ല. അല്ല നിങ്ങൾ നോക്ക്, അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. റിസൾട്ട് വന്ന് നമുക്ക് മനസ്സിലായില്ലേ? അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം പിണറായി വിജയൻ സർക്കാരിനെതിരെയും മറ്റും വിധി എഴുതിയപ്പോൾ വലിയ ഭൂരിപക്ഷം രാഹുൽ മാങ്കടത്തിൽ ജയിച്ചു. അതേ അവസ്ഥയാണ് തരത്തിലുള്ള പ്രതികരണമാണ്. അല്ല തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും പരമാവധി വോട്ട് ശേഖരിക്കാൻ രാഷ്ട്രീയ പാർട്ടി ശ്രമിക്കൂലേ? അത് സ്വാഭാവികമല്ലേ? വോട്ട് ശേഖരിക്കല് സ്വാഭാവികമായ പ്രക്രിയയാണ്. പരമാവധി ഇതിന്റെ കാര്യത്തിൽ ഈ പണത്തിന് ജാതി മതമൊന്നും ഇല്ലാന്ന് നമ്മൾ പറയും. നമ്മളെ സക്കാത്ത് കൊടുക്കാനും ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ കൊടുക്കാനും ക്രിസ്ത്യാനികളെ പള്ളിയിൽ കൊടുക്കാനൊക്കെ ഒരേ നോട്ട് തന്നെ ഉപയോഗിക്കും. അതിങ്ങനെ മാസം ഒക്കെ ചെയ്യും. വോട്ടിന് അതുപോലെ ജാതി ഞാൻ ഇവരൊക്കെ പറഞ്ഞ RSS എന്തോ ഭയങ്കര മോശം സംഭവമാണ്, SDPI ഭയങ്കര, അതൊക്കെ വിശ്വസിച്ചിരുന്ന ആളെ മണ്ടനായി സത്യത്തിൽ. അത് ഞാനിവരൊക്കെ മഞ്ജുത് രോമല്ലേ അതിഭീകര ആക്രമണമാണ്. പിന്നെയാണ് നമ്മൾ കണ്ട് പിന്നെ മനസ്സിലാക്കിയ ആളുകളും നമ്മൾ പിന്നെ അടുത്ത് മനസ്സിലാക്കിയ ആളുകളെല്ലാം തന്നെ ഇവരൊക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ട് എന്നുള്ളത് അതോടുകൂടി മണ്ടനാന്ന് മനസ്സിലായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ നിലപാടൊക്കെ മാറ്റി. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഫാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പം തന്നെ CPM-ന്റെ ഒരു ലോക്കൽ ആയിട്ട് ഒരു അവിടുത്തെ സെക്രട്ടേറിയറ്റ് മെമ്പറാണെന്ന് തോന്നുന്നു. അദ്ദേഹം അവിടുത്തെ കവല പ്രസംഗത്തിൽ ഈ ചാനലൊന്നും തുറന്നു വെച്ച് ആരും ശ്രദ്ധിക്കില്ല, അവരൊക്കെ അദ്ദേഹം പണ്ടത്തെ ജനറേഷൻ നേതാവാന്ന് തോന്നുന്നു. അദ്ദേഹം ഇത് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, സാക്കിയത് ഒരു കാര്യം ചെയ്ത് ശരിയാണ്, അദ്ദേഹം ചെയ്തത് തെറ്റാണ്, SDPI-നെയൊക്കെ വോട്ട് വേണ്ടാന്ന് തന്നെ പറയേണ്ടതാണ്. ശരി, സാക്കിയത് ഇപ്പം അങ്ങോട്ട് പറഞ്ഞേ ഞങ്ങൾക്ക് SDPI-ൻ്റെയും ഈ പറഞ്ഞ വർഗീയവാദികളും വോട്ട് വേണ്ടാന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാക്കിനെ നമ്മൾ കൈയടിക്കും. ഇപ്പം ഞാനാണ് സാക്കിൻ്റെ സ്ഥാനത്തേക്ക് വിചാരിച്ചോ? ഞാൻ ഇലക്ഷൻ സമയത്ത് അത് പറയില്ല. പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ നേതാക്കാർ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല നിങ്ങൾ വേണ്ടെന്ന് പറ, അല്ല സഖ്യത വേണ്ടെന്നൊക്കെ പറ, വേണ്ടെന്ന് പറ. അല്ല മുമ്പ് EMS പറഞ്ഞിട്ടുണ്ട് ഭീകരവാദികളെയും വോട്ട് വേണ്ട, അപ്പൊ വോട്ടർമാരുടെ വോട്ട് വേണം. അല്ലല്ല, അപ്പൊ SDPI ഭീകരവാദിയാണോ? SDPI ഭീകരവാദിയാണോ? പറയേണ്ട സാഹചര്യം ഇവിടെ ഇല്ല. അല്ല SDPI ഭീകരവാദിയാണോ? ഞാന് നിങ്ങളോട് പറഞ്ഞത് ആ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കരുതുന്നത് തെരഞ്ഞെടുപ്പിന്റെ പൊതുയോഗത്തിൽ പോയി യാതൊരു ലജ്ജയുമില്ലാതെ ഇവരുടെ വോട്ട് വേണമെന്ന് അതല്ല അദ്ദേഹം നിങ്ങൾക്ക് പറയാലോ, നിങ്ങൾക്ക് കൈ കഴുകി വരാമല്ലോ. സ്ഥാനാർത്ഥി പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി വോട്ട് ചോദിച്ചിട്ടുണ്ട് പരസ്യമായിട്ട്. അല്ല വോട്ടർമാരോട് വോട്ട് ചോദിക്കൂലേ? അല്ലല്ല, വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോയി വോട്ട് ചോദിച്ചിട്ടുണ്ട്. അല്ല ഇതിന്റെ ഒരു കാര്യം ആ ഒരു പ്രസംഗം കേട്ടോ, അങ്ങനെ മനുഷ്യ ഞാൻ പറയാം സഖ്യനെ ഞാൻ പറയാം. ഇപ്പൊ ലീഗിന്റെ ഒരു നേതാവ് ഇപ്പൊ പയ്യനാണെങ്കിൽ ഓർമ്മയില്ല, അന്ന് അയാൾക്ക് സക്കീൻ്റെ ഒക്കെ പറയാം. 10 വർഷം മുമ്പ് യൂട്യൂബൊക്കെ വന്ന സമയത്ത് എനിക്ക് നമ്മുടെ അംസഖാനെ പറ്റി അടുത്ത പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട്. കോലിട്ട് ഇളക്കുന്ന അംസ എന്നൊക്കെ പറഞ്ഞിട്ട് അത്യത്തിൽ ഇന്നതുണ്ടെങ്കിൽ പിന്നെ എന്താണ് കേസ് കൊടുക്കേണ്ട അവസ്ഥ. അത് അവിടുത്തെ രീതിയാണ്, മനസ്സിലായി? ഒന്ന് കുറച്ച് ഇമോഷണലായിട്ട് നാടൻ ഭാഷയ്ക്ക് ചോദിച്ചാൽ അയാൾ അങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ ഇനി അയാൾ അങ്ങനെ പറഞ്ഞ് സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം സക്കീർ പറഞ്ഞാലും മതി, ഞങ്ങൾക്ക് SDPI-ക്കാരെ വോട്ടൊന്നും വേണ്ട, ഇന്ന് സക്കീർ പറഞ്ഞാൽ മതി, നമ്മൾ കൈയടിക്കും സക്കീറെ, ഒരു പ്രശ്നമില്ല. അത് ആണത്തുള്ള ആണത്തൊന്നും അറിയില്ല, ഇക്കാലത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. തൻ്റെ ആളുള്ള നിലപാടാണ്. പറ ധൈര്യം പോകും. അല്ല പറയാനുള്ള പറഞ്ഞല്ല കൃത്യമായിട്ട് എന്നാണ് ഷാക്കിർ പറയുന്നത്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. നിലമ്പൂരിൽ അൻവറിന്റെ നിലപാടുകളോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ടെന്ന് 31% പ്രേക്ഷകർ, യോജിക്കുന്നില്ല എന്ന് 65%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.